ഇറങ്ങിപ്പോടി എന്റെ വീട്ടിൽ നിന്ന്. മച്ചിയായ നിന്നെ എനിക്ക് ഇനി വേണ്ട. എന്റെ കുടുംബത്തിന് ഒരു പിന്തുടർച്ചാവകാശി വേണം. അതിനെ കഴിയാത്ത നിന്നെ എന്തിനാ ഞാൻ ഇനി എന്റെ ജീവിതത്തിൽ ചുമക്കുന്നത്? രാജീവിന്റെ അലർച്ച ആ വലിയ തറവാട്ടു വീടിന്റെ അകത്തളങ്ങളിൽ തട്ടി പ്രതിധ്വനിച്ചു. പുറത്ത് പെയ്യാൻ വെമ്പി നിൽക്കുന്ന കാർമേഘങ്ങളെക്കാൾ ഇരുണ്ടിരുന്നു അപ്പോൾ രാജീവിന്റെ മുഖം. കോപത്താൽ അയാളുടെ കണ്ണുകൾ ചുവന്നു തുടുത്തിരുന്നു. കഴുത്തിലെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. വലതുകൈ ചൂണ്ടി സർവ്വവെറുപ്പും മുഖത്ത് ആവാഹിച്ച് അയാൾ നിൽക്കുമ്പോൾ മുന്നിൽ ഒരു കരിങ്കല പ്രതിമ പോലെ മരവിച്ചു നിൽക്കുകയായിരുന്നു മീര. അവൾ ധരിച്ചിരുന്ന സാരിത്തുമ്പിലേക്ക് അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ അടർന്നു വീണുകൊണ്ടിരുന്നു. അതൊരു സാധാരണ സായാഹ്നമായിരുന്നു മീരയ്ക്ക്. അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് തുളസിത്രയിൽ വിളക്ക് വെച്ച് തിരികെ കയറി വന്നതേ ഉണ്ടായിരുന്നുള്ളൂ അവൾ. കഴിഞ്ഞ 5 വർഷമായി അവളുടെ പ്രാർത്ഥനകളിൽ ഒരൊറ്റ കാര്യമാണ് ഉണ്ടായിരുന്നത്: ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി. അവൾ കയറി ഇറങ്ങാത്ത അമ്പലങ്ങളില്ല. ഓരോ മാസവും പ്രതീക്ഷയോടെ അവൾ കാത്തിരിക്കും. ഒടുവിൽ നിരാശയുടെ പടുകുഴിയിലേക്ക് വീഴുകയും ചെയ്യുന്ന ഒരു ചക്രം പോലെയായിരുന്നു അവളുടെ ജീവിതം. എന്നാൽ ഇന്ന് രാജീവ് ഓഫീസിൽ നിന്നും വന്നത് പതിവില്ലാത്ത ഒരു ദേഷ്യത്തിലായിരുന്നു. ആ ദേഷ്യം ഒരു കൊടുങ്കാറ്റായി മാറി തന്റെ ജീവിതത്തെ കടപുഴക്കി എറിയുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. എന്താ രാജീവേട്ടായി പറയുന്നത്? എന്താ നിങ്ങൾക്ക് പെട്ടെന്ന് പറ്റിയത്? വിറയ്ക്കുന്ന ചുണ്ടുകളോടെ കവിളിലൂടെ ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ തുടക്കാൻ പോലും മറന്ന് മീര ചോദിച്ചു. അവളുടെ വേദന ഒരു വിങ്ങലായി മനസ്സിൽ തന്നെ തങ്ങി നിന്നു. എനിക്കൊന്നും പറ്റിയിട്ടില്ല മീര. എനിക്കിനി ഈ നാടകം തുടരാൻ വയ്യ. 5 വർഷമായി ഞാൻ കാത്തിരിക്കുന്നു. എന്റെ കൂട്ടുകാരും ബന്ധുക്കളും എല്ലാം അച്ഛന്മാരായി. അവരുടെ കുഞ്ഞുങ്ങളുടെ നൂലുകെട്ടിനും പിറന്നാളിനും പോകുമ്പോൾ ആളുകൾ എന്നെ നോക്കുന്ന നോട്ടം എനിക്കിനി സഹിക്കാൻ വയ്യ മീര. എന്താ വിശേഷമൊന്നും ആയില്ലേ എന്ന ചോദ്യത്തിന് മുന്നിൽ തലകുനിച്ചു നിൽക്കാൻ എനിക്കിനി വയ്യ, രാജീവ് കിതച്ചുകൊണ്ട് പറഞ്ഞു. അതിന് എന്റെ മാത്രം കുഴപ്പമാണോ രാജീവേട്ടാ? ഡോക്ടർമാർ പറഞ്ഞില്ലേ നമുക്ക് കുറച്ചുകൂടി സമയം കൊടുക്കാമെന്ന്, ദൈവാനുഗ്രഹം ഉണ്ടാകുമെന്ന്. മീര കേണു പറഞ്ഞു. നിർത്തടി നിന്റെ കരച്ചിലും ന്യായീകരണവും. രാജീവ് കൂടുതൽ ശബ്ദമുയർത്തി. ഡോക്ടർമാർ പലതും പറയും, പക്ഷെ സത്യം എന്താണെന്ന് എനിക്കും നിനക്കും നാട്ടുകാർക്കും അറിയാം. നീ ഒരു മച്ചിയാണ്, ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയാത്തവൾ. എന്റെ തറവാടിന്റെ പേര് നിലനിർത്താൻ ഒരു അവകാശി എനിക്ക് വേണം. എന്റെ അമ്മയുടെ അവസാനത്തെ ആഗ്രഹമാണത്. അതിന് എനിക്ക് മറ്റൊരു വിവാഹം കഴിച്ചേ മതിയാകൂ. ആ വാക്കുകൾ മീരയുടെ ഹൃദയത്തിൽ ഒരു ഇടുത്തി പോലെയാണ് വന്നു പതിച്ചത്. മറ്റൊരു വിവാഹം. 5 വർഷത്തെ അവരുടെ ദാമ്പത്യം, സ്നേഹം, പങ്കുവെച്ച സ്വപ്നങ്ങൾ എല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായിരിക്കുന്നു. താൻ ഇത്രയും കാലം ജീവനായി സ്നേഹിച്ച മനുഷ്യൻ കേവലം ഒരു കുഞ്ഞില്ല എന്ന കാരണത്താൽ തന്നെ വലിച്ചെറിയാൻ തയ്യാറായിരിക്കുന്നു. രാജീവേട്ടാ, എന്നെ ഒറ്റക്കാക്കാതിരിക്കും. ഞാൻ ഈ വീട്ടിലൊരു വേലക്കാരിയായിട്ടെങ്കിലും നിന്നോളാം. എന്നെ പുറത്താക്കരുത്. മീര അയാളുടെ കാലുകളിലേക്ക് വീഴാൻ ശ്രമിച്ചു. എന്നാൽ രാജീവ് ക്രൂരമായി അവളെ തട്ടിമാറ്റി. എനിക്ക് നിന്നോട് ഒരു സഹതാപവും ഇല്ല മീര. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റായിരുന്നു നിന്റെ വിവാഹം കഴിച്ചത്. ഇനി ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നീ നിൽക്കാൻ പാടില്ല. നിന്റെ സാധനങ്ങൾ എടുത്ത് ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം. മീര തറയിൽ വീണ് കിടന്ന് തേങ്ങിക്കരഞ്ഞു. അവളുടെ ലോകം ഇരുളുന്നത് പോലെ അവൾക്ക് തോന്നി. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി വല്ലാത്തൊരു ക്ഷീണവും തലകറക്കവും അവൾക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. മാനസികമായ സമ്മർദ്ദം കൊണ്ടാകാം എന്ന് കരുതി അവൾ അത് രാജീവിനോട് പറഞ്ഞിരുന്നില്ല. ഈ അവസ്ഥയിൽ താൻ ഇനി എങ്ങോട്ട് പോകും? അച്ഛനും അമ്മയും ഇല്ലാത്ത തനിക്ക് ആകെയുള്ള ആശ്രയം ഈ മനുഷ്യനായിരുന്നു. ആ മനുഷ്യനാണ് ഇപ്പോൾ മുഖത്തു നോക്കി മച്ചി എന്ന് വിളിച്ച് പടിയിറക്കി വിടുന്നത്. പുറത്ത് ഇടിമുഴക്കത്തോടെ മഴ പെയ്യാൻ തുടങ്ങി. പ്രകൃതി പോലും അവളുടെ സങ്കടത്തിൽ പങ്കുചേരുന്നത് പോലെ തോന്നി. രാജീവ് തിരിഞ്ഞു നടന്ന് തന്റെ മുറിയുടെ വാതിൽ വലിച്ചടച്ചു. ആ വലിയ ഹാളിൽ നിലവിളക്കിന്റെ മങ്ങിയ വെളിച്ചത്തിൽ മീര തനിച്ചായി. ഒരുപാട് സ്നേഹത്തോടെ അവൾ തുടച്ചു മിനുക്കിയ ആ വീട് ഇപ്പോൾ അവൾക്കൊരു അപരിചിതമായ സ്ഥലം പോലെ അനുഭവപ്പെട്ടു. മെല്ലെ എഴുന്നേറ്റ് കണ്ണുനീർ തുടച്ച് അവൾ തന്റെ മുറിയിലേക്ക് നടന്നു. അവിടെ അലമാരിയിൽ അടുക്കി വെച്ചിരിക്കുന്ന വസ്ത്രങ്ങളിൽ നിന്നും ഏതാനും ചിലത് മാത്രം അവൾ ഒരു ചെറിയ ബാഗിലേക്ക് എടുത്തു വെച്ചു. കഴുത്തിൽ കിടന്നിരുന്ന താലിമാല ഊരിയെടുക്കാൻ അവളുടെ കൈകൾ വിറച്ചു. വേണ്ട, അത് അയാളുടെ സ്വന്തമാണ്. താലിമാല ഊരി കട്ടിലിന് മുകളിൽ വെച്ചു. കണ്ണാടിയിൽ അവൾ സ്വന്തം രൂപം നോക്കി. സിന്ദൂരം മാഞ്ഞ നെറ്റി, കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ. യാതൊരു അവകാശവാദങ്ങളും ഇല്ലാതെ, ആരോടും യാത്ര ചോദിക്കാതെ അവൾ ആ വീടിന്റെ പടിയിറങ്ങി. ഇരുട്ടിലേക്കും പെയ്യുന്ന മഴയിലേക്കും അവൾ നടന്നു നീങ്ങി. താൻ അനുഭവിക്കുന്ന ഈ വേദനയ്ക്ക് കാലം മറുപടി പറയുമെന്ന ഒരു ചെറിയ ചിന്ത പോലും അപ്പോൾ ആ പാവം പെൺകുട്ടിയുടെ മനസ്സിലുണ്ടായിരുന്നില്ല. എന്നാൽ അവളുടെ ഉള്ളിന്റെ ഉള്ളിൽ അവൾ പോലും അറിയാതെ ഒരു പുതിയ ജീവന്റെ തുടിപ്പ് അപ്പോൾ തുടങ്ങിയിരുന്നു എന്ന സത്യം കാലം കാത്തുവെച്ച ഒരു മഹാത്ഭുതമായിരുന്നു. പുറത്ത് പെയ്യുന്ന പേമാരിക്ക് മീരയുടെ നെഞ്ചിലെ സങ്കടക്കടലിന്റെ ആഴം ഉണ്ടായിരുന്നില്ല. കോരിച്ചൊരിയുന്ന മഴയിലേക്ക് വലതുകാൽ വെച്ചിറങ്ങുമ്പോൾ അവൾക്ക് ലക്ഷ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇരുളടഞ്ഞ വഴികളിലൂടെ, ചളിപിടിച്ച റോഡിലൂടെ അവൾ നടന്നു. തണുത്ത കാറ്റ് അവളുടെ അസ്ഥികളെ പോലും മരവിപ്പിച്ചുകൊണ്ടിരുന്നു. എങ്കിലും ഉള്ളിലെ എരിയുന്ന തീയിൽ അവൾ അതൊന്നും അറിഞ്ഞില്ല. ഓരോ മിന്നൽ പിണറിലും അവൾ കണ്ടത് രാജീവിന്റെ കോപത്താൽ ജ്വലിക്കുന്ന മുഖമായിരുന്നു. അച്ചി. ആ വിളി അവളുടെ കാതുകളിൽ ഒരു ശാപം പോലെ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. മണിക്കൂറുകളോളം അവൾ ആ മഴയത്ത് ലക്ഷ്യമില്ലാതെ നടന്നു. ഒടുവിൽ തളർന്നു വീഴാറായപ്പോൾ അവളുടെ കാലുകൾ ചെന്നെത്തിയത്
പട്ടണത്തിന്റെ അതിർത്തിയിലുള്ള ഒരു ചെറിയ ഓടിട്ട വീടിന് മുന്നിലാണ്. അത് അവളുടെ പഴയ ടീച്ചറായ മാധവി അമ്മയുടെ വീടായിരുന്നു. ഭർത്താവ് മരിച്ചതിനു ശേഷം തനിച്ചു താമസിക്കുന്ന മാധവി അമ്മ മീരയ്ക്ക് എക്കാലത്തും ഒരു അമ്മയെ പോലെയാണ്. വിറയ്ക്കുന്ന കൈകളോടെ അവൾ ആ വാതിലിൽ മുട്ടി. വാതിൽ തുറന്ന മാധവി അമ്മ കണ്ടത് മഴയിൽ കുതിർന്ന് കണ്ണുനീരും മഴവെള്ളവും കൂടി കടന്ന് മുഖത്താകെ പടർന്ന് തളർന്നു നിൽക്കുന്ന മീരയെയാണ്. അമ്പരപ്പോടെ അവർ അവളെ അകത്തേക്ക് കയറ്റി. നനഞ്ഞ വസ്ത്രങ്ങൾ മാറ്റി ചൂടുള്ള ഒരു കാപ്പി നൽകി അവളെ പുതപ്പിച്ച് കിടത്തുമ്പോൾ ആ വൃദ്ധയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. വിതുമ്പലുകൾക്കിടയിലൂടെ മീര തന്റെ ദുരന്ത കഥ മുഴുവൻ അവരോട് പറഞ്ഞു. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ മാധവിയമ്മ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. കരയാതിരിക്കുക കുട്ടി, ദൈവം വലിയവനാണ്, നിനക്ക് ഞാനുണ്ടല്ലോ ഇവിടെ, അവർ ആശ്വസിപ്പിച്ചു. അടുത്ത കുറച്ചു ദിവസങ്ങൾ മീരയ്ക്ക് പനിയുടെയും മരവിപ്പിന്റെയും ദിനങ്ങളായിരുന്നു. അവളുടെ ശരീരം വല്ലാതെ ക്ഷീണിച്ചിരുന്നു. പനി മാറിയിട്ടും അവൾക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. ഇടയ്ക്കിടെ അനുഭവപ്പെടുന്ന തലകറക്കവും ഛർദിയും കണ്ട് മാധവിയമ്മയ്ക്ക് എന്തോ പന്തികേട് തോന്നി. നിനക്ക് എന്താ മീര വല്ലാത്തൊരു ക്ഷീണം, നമുക്ക് ഡോക്ടറെ ഒന്ന് കാണാം, മാധവിയമ്മ നിർബന്ധിച്ചു. അടുത്തുള്ള ചെറിയ ക്ലിനിക്കിൽ ഡോക്ടർ രാധികയുടെ മുന്നിൽ പരിശോധനയ്ക്കായി ഇരിക്കുമ്പോൾ മീരയുടെ മനസ്സ് ശൂന്യതയായിരുന്നു. രക്തപരിശോധനയുടെ ഫലം വരാൻ കാത്തിരിക്കുന്ന ആ നിമിഷങ്ങളിൽ അവൾ രാജീവിനെ കുറിച്ചാണ് ചിന്തിച്ചത്. പരിശോധനാ ഫലം കയ്യിൽ വാങ്ങി നോക്കിയ ഡോക്ടർ രാധികയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. അവർ മീരയുടെ കൈകളിൽ മൃദുവായി പിടിച്ചുകൊണ്ട് പറഞ്ഞു, മീര, ഈ അവസരത്തിൽ സങ്കടപ്പെടണോ സന്തോഷിക്കണോ എന്ന് എനിക്ക് അറിയില്ല. എന്തായാലും നിന്റെ സങ്കടങ്ങൾക്ക് ദൈവം ഒരു മറുപടി തന്നിരിക്കുകയാണ്. നീ ഒരു അമ്മയാകാൻ പോകുന്നു. നിന്റെ ഉള്ളിൽ ഇപ്പോൾ ഒരു പുതിയ ജീവൻ തുടിക്കുന്നുണ്ട് മീര. ആ നിമിഷം ലോകം മുഴുവൻ നിശ്ചലമായതുപോലെ മീരയ്ക്ക് തോന്നി. അവളുടെ ശ്വാസം തൊണ്ടയിൽ കുരുങ്ങി. എന്താ ഡോക്ടർ, എന്താ ഈ പറയുന്നത്, സത്യമാണോ? അവൾ വിറയ്ക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു. സത്യമാണ് മീര, നീ 2 മാസം ഗർഭിണിയാണ്. മീര പൊട്ടിക്കരഞ്ഞുപോയി. സന്തോഷം കൊണ്ടോ സങ്കടം കൊണ്ടോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു തരം പൊട്ടിക്കരച്ചിൽ. തന്റെ വയറ്റിൽ ഇരുകൈകളും അമർത്തിപ്പിടിച്ച് അവൾ തേങ്ങി. എത്ര വർഷത്തെ കാത്തിരിപ്പാണ്, എത്ര അമ്പലങ്ങളിൽ തൊഴുതു പ്രാർത്ഥിച്ചു, ഒരു ദൈവം കനിഞ്ഞു. പക്ഷെ ഏത് കാരണത്താലാണോ ഭർത്താവ് അവളെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞത്, അതേ ഭർത്താവിന്റെ കുഞ്ഞാണ് ഇപ്പോൾ അവളുടെ ഉദരത്തിൽ വളരുന്നത്. കാലം കാത്തുവെച്ച എത്ര ക്രൂരമായ തമാശയാണിത്. വിവരമറിഞ്ഞ മാധവി അമ്മയ്ക്കും സ്വന്തം കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. നമുക്കുടനെ രാജീവിനെ വിവരം അറിയിക്കണം മീര. ഇതറിഞ്ഞാൽ അയാൾ ഓടി വരും, നിന്നെ കൂട്ടിക്കൊണ്ടു പോകും. മാധവിയമ്മ തിടുക്കം കൂട്ടി. പെട്ടെന്ന് മീരയുടെ കരച്ചിൽ നിന്നു. കണ്ണുകളിലെ കണ്ണുനീർ തുടച്ചുകൊണ്ട് വളരെ ദൃഢമായ ഒരു ശബ്ദത്തിൽ അവൾ പറഞ്ഞു, വേണ്ട ടീച്ചറെ, അയാളെ അറിയിക്കണ്ട. മച്ചി എന്ന് വിളിച്ച് എന്നെ പടിയിറക്കി വിട്ട മനുഷ്യനാണ് അയാൾ. എന്നെയും എന്റെ സ്നേഹത്തെയും വിശ്വാസമില്ലാത്ത അയാൾക്ക് ഇനി ഈ കുഞ്ഞിന്റെ മേൽ യാതൊരു അവകാശവുമില്ല. ഞാൻ കാരണം അയാളുടെ തറവാടിന് ഒരു അവകാശിയെ കിട്ടാതിരിക്കട്ടെ. ഈ കുഞ്ഞ് എന്റേത് മാത്രമാണ്. ഇതിനെ ഞാൻ വളർത്തും, എന്റെ മാത്രം സ്വന്തമായിട്ട്. ആ വാക്കുകളിൽ ഒരു പുതിയ മീര ജനിക്കുകയായിരുന്നു. തോറ്റുകൊടുക്കാൻ തയ്യാറല്ലാത്ത ഒരമ്മ. അതേസമയം നഗരത്തിന്റെ മറുവശത്ത് രാജീവിന്റെ വലിയ തറവാട്ട് വീട് ഉത്സവലഹരിയിലായിരുന്നു. അലങ്കാര വസ്തുക്കളും കുർത്തോലയും കൊണ്ട് വീട് അലങ്കരിച്ചിരിക്കുന്നു. മുറ്റത്ത് പന്തലൊരുങ്ങി. മീരയെ ഉപേക്ഷിച്ച് അധികം വൈകാതെ തന്നെ രാജീവ് മറ്റൊരു വിവാഹത്തിന് തയ്യാറെടുക്കുകയാണ്. സ്വന്തം അമ്മാവന്റെ മകളായ അഞ്ജലിയെയാണ് രാജീവ് വിവാഹം കഴിക്കാൻ പോകുന്നത്. തന്റെ കുടുംബത്തിന് ഒരു പിൻഗാമിയെ നൽകാൻ അഞ്ജലിക്ക് കഴിയുമെന്ന പൂർണ്ണ വിശ്വാസത്തിലായിരുന്നു അയാൾ. ബന്ധുക്കളും നാട്ടുകാരും നിറഞ്ഞ ആ വലിയ വീട്ടിൽ കഴുത്തിൽ പൂമാലയണിഞ്ഞ് പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ അയാൾ അറിഞ്ഞില്ല, അയാൾക്ക് ഏറ്റവും വിലപ്പെട്ടത് അയാൾ ഇത്രകാലം കൊതിച്ച ആ കുഞ്ഞു ജീവൻ അയാൾ എന്നേക്കുമായി ഉപേക്ഷിച്ച ഭാര്യയുടെ ഗർഭപാത്രത്തിൽ വളരുന്നുണ്ടെന്ന സത്യം. പുതിയൊരു വിവാഹത്തിന്റെ ആഘോഷത്തിൽ അയാൾ മതിമറക്കുമ്പോൾ ദൂരെ ഒരു ചെറിയ ഓലമേഞ്ഞ വീടിന്റെ വരാന്തയിലിരുന്ന് മീര തന്റെ വയറ്റിൽ തലോടിക്കൊണ്ട് തന്റെ കുഞ്ഞിനായുള്ള പാട്ടുകൾ മൂളുകയായിരുന്നു. ഒരുവന്റെ അന്ത്യവും മറ്റൊരുവരുടെ തുടക്കവും അവിടെ കുറിക്കപ്പെടുകയായിരുന്നു. മാസങ്ങൾ കൊഴിഞ്ഞുപോയി. പെയ്തൊഴിഞ്ഞ കർക്കിടകത്തിന് ശേഷം പ്രകൃതി പുതിയൊരു വസന്തത്തെ വരവേൽക്കുന്നത് പോലെ മീരയുടെ ജീവിതത്തിൽ മാറ്റങ്ങളുടെ പുതിയ നാമ്പുകൾ തളിർത്തു തുടങ്ങിയിരുന്നു. മാധവി അമ്മയുടെ ആ ചെറിയ ഓലപ്പുര ഇപ്പോൾ അവൾക്കൊരു കൊട്ടാരമാണ്. അവിടെ സ്നേഹമുണ്ട്, സമാധാനമുണ്ട്. എല്ലാത്തിനും ഉപരി അവളുടെ ഉള്ളിൽ വളരുന്ന കുഞ്ഞിന് വേണ്ടിയുള്ള കാത്തിരിപ്പുണ്ട്. ഗർഭകാലത്തിന്റെ ഓരോ മാസവും പിന്നിടുമ്പോൾ മീരയുടെ മുഖത്ത് മാതൃത്വത്തിന്റെ അതുല്യമായ ഒരു തിളക്കം വന്ന് നിറഞ്ഞു. പഴയതുപോലെ സങ്കടപ്പെട്ടിരിക്കാൻ അവൾ തയ്യാറായിരുന്നില്ല. തനിക്കും തന്റെ കുഞ്ഞിനും ജീവിക്കാൻ മറ്റൊരാളുടെ മുന്നിലും കൈനീട്ടരുത് എന്ന ഉറച്ച തീരുമാനം അവൾ എടുത്തിരുന്നു. മാധവി അമ്മയുടെ സഹായത്തോടെ അയൽപക്കത്തെ കുട്ടികൾക്ക് അവൾ ട്യൂഷൻ എടുക്കാൻ തുടങ്ങി. വൈകുന്നേരങ്ങളിൽ ആ ചെറിയ വരാന്തയിൽ കുട്ടികളുടെ കളിച്ചിരികൾ നിറയുമ്പോൾ മീര തന്റെ പഴയ ദുഃഖങ്ങളെല്ലാം മറക്കും. കുട്ടികൾ പഠിച്ചുപോയി കഴിഞ്ഞാൽ പിന്നെ അവൾ പുസ്തകങ്ങളുടെ ലോകത്തായിരിക്കും. തന്റെ കുഞ്ഞിന് നല്ല അറിവുകളും മൂല്യങ്ങളും പകർന്നു നൽകാൻ അവൾ സ്വയം തയ്യാറെടുക്കുകയായിരുന്നു. രാത്രികളിൽ വയറ്റിൽ പതുക്കെ തലോടിക്കൊണ്ട് അവൾ കുഞ്ഞിനോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും. നീ അച്ഛനില്ലാത്തവനാണെന്ന് ആരും പറയില്ല. നിനക്ക് അച്ഛനും അമ്മയും എല്ലാം ഈ ഞാൻ തന്നെ ആയിരിക്കും. ഈ ലോകം മുഴുവൻ നിനക്ക് എതിര് നിന്നാലും നിന്നെ നെഞ്ചോട് ചേർക്കാൻ നിന്റെ അമ്മയുണ്ടാകും. ഓരോ രാത്രിയും മീര ഉറങ്ങാൻ കിടക്കുന്നത് ഈ വാക്കുകൾ ഉരുവിട്ടുകൊണ്ടാണ്.
എന്നാൽ നഗരത്തിന്റെ മറുഭാഗത്ത് ആ വലിയ തറവാട്ട് വീട്ടിലെ അന്തരീക്ഷം തികച്ചും വ്യത്യസ്തമായിരുന്നു. രാജീവും അഞ്ജലിയുമായുള്ള വിവാഹം കഴിഞ്ഞ് ഇപ്പോൾ 7 മാസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. തുടക്കത്തിലെ ആഘോഷങ്ങളും സന്തോഷങ്ങളും വളരെ വേഗം കെട്ടടങ്ങി. വീണ്ടും ആ വീട്ടിൽ ഒരു കുഞ്ഞിക്കാലിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടങ്ങി. മാസങ്ങൾ കഴിയുന്നോറും രാജീവിന്റെ ഉള്ളിലെ ഭയം വർദ്ധിച്ചുകൊണ്ടിരുന്നു. അഞ്ജലിയുടെ മുഖത്തും നിരാശ പടർന്നു. ബന്ധുക്കളുടെ ഇടയിൽ വീണ്ടും മുറുമുറുപ്പുകൾ തുടങ്ങിയിരുന്നു. പുതിയ പെണ്ണും വന്നിട്ട് മാസങ്ങളായല്ലോ, ഇതുവരെ യാതൊരു വിശേഷവുമായില്ല എന്ന ചോദ്യങ്ങൾ രാജീവിനെ വല്ലാതെ വേട്ടയാടി. മീരയോട് കാണിച്ച അതേ ദേഷ്യം അയാൾ അഞ്ജലിയോടും കാണിക്കാൻ തുടങ്ങി. ചെറിയ കാര്യങ്ങൾക്ക് പോലും അയാൾ വീട്ടിൽ വഴക്കുണ്ടാക്കി. നിന്നെ കൊണ്ടും എന്റെ കുടുംബത്തിന് ഒരു പ്രയോജനവുമില്ല അല്ലെ അഞ്ജലി? എന്റെ തലയിലെടുത്ത് ഇത്ര മോശമായല്ലോ ഈശ്വര. ഒരു ദിവസം രാത്രി മദ്യപിച്ച് ലക്കുകെട്ട് വന്ന രാജീവ് അഞ്ജലിയോട് കയർത്തു. അഞ്ജലി മീരയെ പോലെ എല്ലാം സഹിച്ചു നിൽക്കുന്ന പ്രകൃതക്കാരി ആയിരുന്നില്ല. അവൾ തിരിച്ചടിച്ചു. എന്നെ കുറ്റം പറയുന്നതിന് മുമ്പ് നിങ്ങൾ എന്താ ഒരു ഡോക്ടറെ പോയി കാണാത്തത്? കുഴപ്പം എനിക്കാണെന്ന് ആര് പറഞ്ഞു? ആ വാക്കുകൾ രാജീവിന്റെ അഹങ്കാരത്തിനേറ്റ കനത്ത പ്രഹരമായിരുന്നു. എങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ അവനൊരു സംശയം ഉടലെടുത്തു. മീരയുടെ ഒപ്പം 5 വർഷം, ഇപ്പോൾ അഞ്ജലിയുടെ ഒപ്പം 7 മാസം. കുഴപ്പം ഒരുപക്ഷെ തനിക്കാണെങ്കിലോ? ആ ചിന്ത അയാളെ ഭ്രാന്തി പിടിപ്പിച്ചു. തന്റെ പൗരുഷത്തെ ചോദ്യം ചെയ്യുന്ന ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ അയാൾ തയ്യാറായിരുന്നില്ല. എങ്കിലും കുടുംബത്തിന്റെ സമ്മർദ്ദം കൂടിയപ്പോൾ ഒടുവിൽ നഗരത്തിലെ ഏറ്റവും പ്രശസ്തനായ ഒരു ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിനെ കാണാൻ അയാൾ തീരുമാനിച്ചു. ആധുനിക സൗകര്യങ്ങളുള്ള ആ വലിയ ആശുപത്രിയുടെ വെയിറ്റിംഗ് റൂമിൽ ഇരിക്കുമ്പോൾ രാജീവിന്റെ ഹൃദയം വല്ലാതെ ഇടിക്കുന്നുണ്ടായിരുന്നു. പല വിധത്തിലുള്ള ടെസ്റ്റുകൾക്ക് ഇരുവരും വിധേയരായി. 2 ദിവസത്തിന് ശേഷം റിപ്പോർട്ടുകൾ വാങ്ങാൻ വേണ്ടി രാജീവ് തനിച്ചാണ് ഡോക്ടറുടെ ക്യാബിനിൽ എത്തിയത്. ഡോക്ടർ കുര്യൻ റിപ്പോർട്ടുകൾ ഒന്നുകൂടി സൂക്ഷ്മമായി പരിശോധിച്ച ശേഷം തന്റെ കണ്ണട ഊരി മേശപ്പുറത്തേക്ക് മാറ്റിവെച്ചു. ഗൗരവം നിറഞ്ഞ മുഖത്തോടെ അദ്ദേഹം രാജീവിനെ നോക്കി. രാജീവ്, നിങ്ങളുടെ ഭാര്യ അഞ്ജലിയുടെ റിപ്പോർട്ടുകൾ നോർമലാണ്. അവർക്ക് ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ യാതൊരു ശാരീരിക ബുദ്ധിമുട്ടുകളുമില്ല. രാജീവിന് ആശ്വാസമായി. അപ്പോൾ പിന്നെ എന്താ ഡോക്ടർ പ്രശ്നം? എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അയാൾ ഒരു നേരിയ ചിരിയോടെ ചോദിച്ചു. ഡോക്ടറുടെ മുഖത്തെ ഗൗരവം മാറിയില്ല. ഉണ്ട് രാജീവ്, വലിയൊരു പ്രശ്നമുണ്ട്. നിങ്ങളുടെ റിപ്പോർട്ടുകൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ബീജത്തിന്റെ കൗണ്ട് വളരെ വളരെ കുറവാണ്. സ്വാഭാവികമായ ഒരു ഗർഭധാരണം നിങ്ങളുടെ കാര്യത്തിൽ ഏതാണ്ട് അസാധ്യമാണ് എന്ന് തന്നെ പറയാം. ഒരു പക്ഷെ വൈദ്യശാസ്ത്രത്തിന് അതീതമായ ഒരു വലിയ അത്ഭുതം സംഭവിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സ്വന്തമായി ഒരു കുഞ്ഞുണ്ടാകാൻ സാധ്യതയുള്ളൂ. ആ വാക്കുകൾ കേട്ടത് രാജീവിന് ചുറ്റുമുള്ള ലോകം കറങ്ങുന്നത് പോലെ തോന്നി. അയാളുടെ കൈകാലുകൾ തളർന്നു. ശ്വാസമെടുക്കാൻ അയാൾ പാടുപെട്ടു. താനൊരു അച്ഛനാകാൻ യോഗ്യനല്ലെന്നോ? തന്റെ കുടുംബത്തിന്റെ പിന്തുടർച്ചാവകാശം ഇവിടെ അവസാനിക്കുകയാണെന്നോ? അപ്പോൾ ചികിത്സിച്ചാൽ മാറില്ലേ ഡോക്ടർ? രാജീവ് വിറയ്ക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു. ചികിത്സകൾ ഉണ്ട്, പക്ഷേ അതൊന്നും 100% ഫലം തരണമെന്നില്ല രാജീവ്. ഒരു പക്ഷേ ദീർഘകാലത്ത് ചികിത്സ ആവശ്യമായി വന്നേക്കാം. രാജീവ് ഇതിനു മുൻപ് വിവാഹം കഴിച്ചിരുന്നോ? ഡോക്ടർ ചോദിച്ചു. അതെ ഡോക്ടർ, 5 വർഷങ്ങൾ ഞങ്ങൾ ഒന്നിച്ചു ജീവിച്ചു. അവൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തത് കൊണ്ടാണ് ഞാൻ വിവാഹമോചനം നേടിയത്. രാജീവ് തലകുനിച്ചുകൊണ്ട് പറഞ്ഞു. ഡോക്ടർ ഒരു ദീർഘനിശ്വാസം വിട്ടു. വളരെ വലിയൊരു തെറ്റാണ് നിങ്ങൾ ചെയ്തത് രാജീവ്. നിങ്ങളുടെ ഈ മെഡിക്കൽ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ആദ്യ ഭാര്യയ്ക്ക് യാതൊരു കുഴപ്പവും ഉണ്ടായിരിക്കാൻ വഴിയില്ല. നിങ്ങളുടെ ഈ അവസ്ഥയാകാം അവർക്കും കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കാരണം. യാതൊരു തെറ്റുമില്ലാത്ത ഒരു പെൺകുട്ടിയെയാണ് നിങ്ങളുടെ അഹങ്കാരം കാരണം നിങ്ങൾ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞത്. ഡോക്ടറുടെ ഓരോ വാക്കുകളും രാജീവിന്റെ നെഞ്ചിലേക്ക് തറച്ചു കയറുന്ന വെടിയുണ്ടകൾ പോലെയായിരുന്നു. അയാളുടെ കണ്ണുകളിൽ നിന്നും ആദ്യമായി പശ്ചാത്താപത്തിന്റെ കണ്ണുനീർ ഒഴുകിയിറങ്ങി. മീര, പാവം മീര. ഒന്നിനും മറുപടി പറയാതെ തന്റെ എല്ലാ കുറ്റപ്പെടുത്തലുകളും സഹിച്ച് കണ്ണീരോടെ ഈ വീടിന്റെ പടിയിറങ്ങിപ്പോയവൾ. അവൾക്ക് യാതൊരു കുഴപ്പമില്ലായിരുന്നു. എല്ലാം തന്റെ തെറ്റായിരുന്നു. തന്റെ മാത്രം കുറവായിരുന്നു. ആശുപത്രിയിൽ നിന്നും പുറത്തിറങ്ങി തന്റെ കാറിന്റെ സ്റ്റിയറിംഗിൽ തലവെച്ച് രാജീവ് പൊട്ടിക്കരഞ്ഞു. സ്വന്തം അഹങ്കാരം കൊണ്ട് താൻ നശിപ്പിച്ചത് എത്ര മനോഹരമായ ഒരു ജീവിതമായിരുന്നു. മീര ഇപ്പോൾ എവിടെയായിരിക്കും? അവൾ എങ്ങനെ ജീവിക്കുന്നുണ്ടാകും? അവളെ ഒന്ന് പോയി കാണണം. അവളുടെ കാല് പിടിച്ച് മാപ്പ് പറയണം. എന്നാൽ താൻ ചെയ്ത പാപങ്ങൾക്ക് അവൾ തനിക്ക് മാപ്പ് നൽകുമോ? രാജീവ് വിലപിക്കുമ്പോൾ വളരെ ദൂരെ ആ ചെറിയ ഓലപ്പുരയുടെ വരാന്തയിൽ ഇരുന്ന് മീര തന്റെ വയറ്റിൽ കൈവച്ച് പാടുകയായിരുന്നു. തനിക്ക് അസാധ്യമെന്ന് ഡോക്ടർ വിധി കൽപ്പിച്ച ആ മഹാത്ഭുതം, മീരയുടെ ഗർഭപാത്രത്തിൽ 7ാം മാസത്തിലേക്ക് കടന്നുവെന്ന യാഥാർത്ഥ്യം അപ്പോഴും രാജീവിന് അജ്ഞാതമായിരുന്നു. വിധിയുടെ ഏറ്റവും വലിയ വിളയാട്ടം അവിടെ ആരംഭിക്കുകയാണ്. ആശുപത്രിയുടെ പടിക്കെട്ടുകൾ ഇറങ്ങുമ്പോൾ രാജീവിന്റെ കാലുകൾക്ക് വലിയൊരു പർവ്വതം കയറിയ ക്ഷീണമുണ്ടായിരുന്നു. ഡോക്ടർ കുര്യന്റെ വാക്കുകൾ അയാളുടെ കാതുകളിൽ ഒരു അശരീരി പോലെ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. യാതൊരു തെറ്റുമില്ലാത്ത ഒരു പെൺകുട്ടിയെയാണ് നിങ്ങളുടെ അഹങ്കാരം കാരണം നിങ്ങൾ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞത്. ആ വാക്കുകൾ ഒരു ചാട്ടൂലി പോലെയാണ് അയാളുടെ ഹൃദയത്തിലേക്ക് തറച്ചു കയറിയത്. കാറിന്റെ സ്റ്റിയറിംഗിൽ തലവെച്ച് കരയുമ്പോൾ അയാൾ സ്വന്തം അഹങ്കാരത്തെയും താൻ ചെയ്തു പോയ ക്രൂരതയും ഓർത്ത് വിതുമ്പുകയായിരുന്നു. 5 വർഷം, 5 നീണ്ട വർഷങ്ങൾ താൻ അവളെ എത്രത്തോളം മാനസികമായി പീഡിപ്പിച്ചിട്ടുണ്ട്. ഓരോ മാസവും അവൾക്ക് മാസമുറ തെറ്റുമ്പോൾ താൻ നൽകിയ പ്രതീക്ഷകളും ഒടുവിൽ നിരാശയുടെ പടുകുഴിയിലേക്ക് അവൾ വീഴുമ്പോൾ ആശ്വസിപ്പിക്കുന്നതിന് പകരം താൻ ചൊരിഞ്ഞ കുറ്റപ്പെടുത്തലുകളും അയാളുടെ ഓർമ്മകളിലേക്ക് ഇരച്ചെത്തി. വീട്ടിലെത്തിയ രാജീവ് ഒരു ഭ്രാന്തനെ പോലെയായിരുന്നു.
അഞ്ജലിയോട് യാഥാർത്ഥ്യം തുറന്നു പറയാൻ അയാൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. സ്വന്തം പൗരുഷത്തെക്കുറിച്ച് അഹങ്കരിച്ചിരുന്ന ഒരു പുരുഷന് തനിക്കാണ് കുറവുകളുള്ളത് എന്ന് മറ്റൊരു പെണ്ണിനോട് സമ്മതിക്കാൻ കഴിയുന്നില്ല. അയാൾ സ്വന്തം മുറിയിൽ അടച്ചിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. കുറ്റബോധം അയാളെ ഒരു ചിതൽ പോലെ കാർന്നു തിന്നുകൊണ്ടിരുന്നു. ഉറങ്ങാൻ ശ്രമിക്കുമ്പോഴെല്ലാം മീരയുടെ കണ്ണുനീർ നിറഞ്ഞ മുഖം അയാളുടെ മുന്നിൽ തെളിഞ്ഞു വരും. മച്ചി, മച്ചി എന്ന് വിളിച്ച് അവളെ പടിയിറക്കി വിട്ട ആ രാത്രിയിലെ ഇടിമുഴക്കം അയാളുടെ കാതുകളിൽ ഇപ്പോഴും മുഴങ്ങുന്നുണ്ടായിരുന്നു. എനിക്ക് അവളെ കാണണം, എന്റെ മീരയെ എനിക്കൊന്ന് കാണണം. അവളുടെ കാൽക്കൽ വീണ് എനിക്ക് മാപ്പ് ചോദിക്കണം. രാജീവിന്റെ ഉള്ളിൽ ആ ഒരൊറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത ദിവസം തന്നെ അയാൾ മീരയെ അന്വേഷിച്ചിറങ്ങി. അവൾ പോകാൻ സാധ്യതയുള്ള എല്ലാ ഇടങ്ങളിലും അയാൾ അന്വേഷിച്ചു. അവളുടെ ദൂരെയുള്ള ചില ബന്ധുക്കളുടെ വീടുകളിലും പഴയ സുഹൃത്തുക്കളുടെ അടുത്തും അയാൾ ചെന്നു. പക്ഷേ മീരയെ കുറിച്ച് ആർക്കും യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ മീരയുടെ ഒരു പഴയ സ്കൂൾ സുഹൃത്തിൽ നിന്നാണ് അവൾക്ക് സ്വന്തമെന്ന് പറയാൻ മാധവിയമ്മ എന്നൊരു പഴയ ടീച്ചർ മാത്രമേ ഉള്ളൂ എന്ന വിവരം രാജീവിന് ലഭിക്കുന്നത്. നഗരത്തിന്റെ അതിർത്തിയിലുള്ള ആ ചെറിയ ഗ്രാമത്തിലേക്കുള്ള വഴി ചോദിച്ചറിഞ്ഞ് അയാളുടെ കാർ അങ്ങോട്ട് കുതിച്ചു. മഴ മാറി മാനം തെളിഞ്ഞ ഒരു സായാഹ്നമായിരുന്നു അത്. പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സൂര്യൻ ചുവന്നു തൊടുത്തു നിൽക്കുന്നു. ഗ്രാമത്തിലെ ഇടുങ്ങിയ റോഡിലൂടെ കാർ മുന്നോട്ട് പോകുമ്പോൾ രാജിന്റെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചുകൊണ്ടിരുന്നു. കാർ ഒരു ചെറിയ കവലയിൽ ഒതുക്കി നിർത്തി അയാൾ പുറത്തിറങ്ങി. അവിടുത്തെ ഒരു ചെറിയ ചായക്കടക്കാരനോട് മാധവി അമ്മയുടെ വീട് അന്വേഷിച്ചു. ആ കാണുന്ന ചെറിയ ഇടവഴിയിലൂടെ നേരെ പോയാൽ മതി, വലതുവശത്ത് കാണുന്ന ഓടിട്ട വീടാണ്, അയാൾ പറഞ്ഞു കൊടുത്തു. ഓരോ ചുവട് വെക്കുമ്പോഴും രാജീവിന്റെ ഉള്ളിൽ ഭയവും ആകാംക്ഷയും നിറഞ്ഞു നിന്നു. താൻ എന്ത് പറയും അവളോട്? അവൾ തന്നെ സ്വീകരിക്കുമോ, അതോ ആട്ടിയകറ്റുമോ? ഇടവഴിയുടെ അവസാനമുള്ള ആ പഴയ വീടിന്റെ പടിക്കൽ അയാൾ നിന്നു. മുറ്റത്ത് നിറയെ തുളസി ചെടികളും ചെമ്പരത്തിയും നിൽപ്പുണ്ട്. വളരെ ശാന്തമായ ഒരു അന്തരീക്ഷം. ഗേറ്റിന് പുറത്തു നിന്നും നോക്കിയാൽ വീടിന്റെ വരാന്ത വ്യക്തമായി കാണാം. പെട്ടെന്നാണ് വീടിന്റെ വാതിൽ തുറക്കപ്പെട്ടത്. രാജീവ് ശ്വാസം അടക്കി പിടിച്ച് ഒരു വലിയ മാവിൻ ചുവട്ടിലേക്ക് മാറി നിന്നു. അവിടെ നിന്ന് നോക്കിയാൽ അവളെ വ്യക്തമായി കാണാമായിരുന്നു. അതെ, അത് മീരയായിരുന്നു. നിലവിളക്കും കത്തിച്ച് തുളസി തറയിൽ വരുന്ന മീര. രാജീവിന്റെ കണ്ണുകൾ വിടർന്നു. സായാഹ്ന സൂര്യന്റെ പൊൻവിളിച്ചത്തിൽ അവളൊരു ദേവിയെ പോലെ തോന്നി. അവളുടെ മുഖത്ത് മുമ്പൊരിക്കലും ഇല്ലാത്ത ഒരു ശാന്തതയും തേജസ്സും നിറഞ്ഞു നിന്നിരുന്നു. എന്നാൽ അടുത്ത നിമിഷം രാജീവിന്റെ ദൃഷ്ടി അവളുടെ ശരീരത്തിലേക്ക് വീണു. അയാളുടെ കണ്ണുകളിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി. ശരീരമാസകലം ഒരു വിറയൽ പടർന്നു. അവൾ ഗർഭിണിയാണ്. 8 മാസം പ്രായമുള്ള ഒരു വലിയ വയറുമായി വളരെ സൂക്ഷിച്ച് ചുവടുകൾ വെച്ചാണ് അവൾ വരുന്നത്. രാജീവിന് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തന്റെ തലച്ചോറ് മരവിച്ചു പോകുന്നത് പോലെ അയാൾക്ക് അനുഭവപ്പെട്ടു. ഡോക്ടർ കുര്യന്റെ വാക്കുകൾ ഒരു ഇടിമുഴക്കം പോലെ അയാളുടെ കാതുകളിൽ വീണ്ടും മുഴങ്ങി. നിങ്ങളുടെ അവസ്ഥയിൽ സ്വാഭാവികമായ ഒരു ഗർഭധാരണം അസാധ്യമാണ്. വൈദ്യശാസ്ത്രത്തിന് അതീതമായ ഒരു വലിയ അത്ഭുതം സംഭവിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സ്വന്തമായി ഒരു കുഞ്ഞുണ്ടാകാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഇതാണോ ആ അത്ഭുതം? ഇതാണോ താൻ ഇത്രകാലം കൊതിച്ച ആ മഹാത്ഭുതം? 5 വർഷം താൻ തമസിരുന്ന തന്റെ കുഞ്ഞ്, തന്റെ സ്വന്തം ചോര, അത് വളരുന്നത് താൻ മച്ചി എന്ന് വിളിച്ച് ആട്ടിയകറ്റിയ തന്റെ മീരയുടെ ഉദരത്തിലാണോ? രാജി അവിടെ തന്നെ തറച്ചു നിന്നുപോയി. 2 കൈയും കൊണ്ട് മുഖം പൊത്തി അയാൾ ശബ്ദമില്ലാതെ കരഞ്ഞു. താൻ എത്ര വലിയ പാപിയാണ്! ഒരു കുഞ്ഞിനു വേണ്ടി കൊതിച്ച് ഒടുവിൽ ദൈവം കനിഞ്ഞ് ആ കുഞ്ഞ് അവളുടെ വയറ്റിൽ തുടികൊട്ടി തുടങ്ങിയ അതേ സമയത്താണ് താൻ അവളെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞത്. തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയത് വിധിയല്ല, സ്വന്തം കർമ്മം തന്നെയാണ്. തുളസിത്തറയിൽ വിളക്ക് വെച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുന്ന മീരയെ അയാൾ നോക്കി. അവളുടെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. താൻ കൂടെയില്ലാത്തപ്പോൾ അവൾ കൂടുതൽ സന്തോഷവതിയാണെന്ന് അയാൾക്ക് തോന്നി. അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് ആ കാലുകളിൽ വീണ് പൊട്ടിക്കരാൻ അയാളുടെ മനസ്സ് വെമ്പി. എനിക്ക് മാപ്പ് തരൂ മീര, നമ്മുടെ കുഞ്ഞിനെ എനിക്ക് തരൂ എന്ന് അലറിക്കരയാൻ അയാൾ ആഗ്രഹിച്ചു. അയാളുടെ കാലുകൾ മുന്നോട്ട് നീങ്ങിയില്ല. എന്ത് അർഹതയാണ് തനിക്ക് അവളോട് ക്ഷമ ചോദിക്കാനുള്ളത്? അവൾ ആഗ്രഹിച്ച സമയത്തൊന്നും അവളെ ചേർത്ത് പിടിക്കാത്ത തനിക്ക് ഇപ്പോൾ മാത്രം അവളുടെ മുന്നിൽ ചെല്ലാൻ എന്ത് അവകാശമാണ് ഉള്ളത്? കുറ്റബോധത്തിന്റെ വലിയൊരു ഭാരം നെഞ്ചിലേറ്റിക്കൊണ്ട് സ്വന്തം കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ പോലും ആകാതെ മീരയെ അവിടെ തന്നെ വിട്ട് രാജീവ് ഇരുളിലേക്ക് നടന്നു നീങ്ങി. താൻ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ അനുഭവിക്കാൻ അയാൾ സ്വയം തയ്യാറെടുക്കുകയായിരുന്നു. എന്നാൽ വിധി അവർക്കായി കാത്തുവെച്ചിരുന്ന അവസാനത്തെ അധ്യായം അതായിരുന്നില്ല. ഇരുളടഞ്ഞ വഴിയിലൂടെ തിരികെ നടക്കുമ്പോൾ രാജീവിന്റെ ഹൃദയത്തിൽ 1000 തീപ്പന്തങ്ങൾ ഒന്നിച്ചു കത്തുന്ന പോലെ അനുഭവപ്പെട്ടു. ഒരു കൊലപാതകിക്ക് ലഭിക്കുന്നതിനേക്കാൾ വലിയ ശിക്ഷയാണ് പ്രകൃതി തനിക്കായി കാത്തുവെച്ചിരുന്നത് എന്ന് അയാൾ തിരിച്ചറിഞ്ഞു. കാറിൽ കയറി സ്റ്റിയറിംഗിൽ പിടിക്കുമ്പോൾ അയാളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. കണ്ണുകളിൽ നിറഞ്ഞൊഴുകിയ കണ്ണുനീർ കാഴ്ചകളെ മറച്ചു. എങ്കിലും യാന്ത്രികമായി അയാൾ വണ്ടി ഓടിച്ചു. ആ വലിയ തറവാട് വീടിന്റെ പടിപ്പുര കടക്കുമ്പോൾ മുമ്പ് ഒരിക്കലുമില്ലാത്ത വിധം ആ വീടൊരു ശവപ്പറമ്പായി അയാൾക്ക് തോന്നി. പണവും പ്രതാപവും തറവാടിന്റെ മഹിമയും എല്ലാം വെറും മിഥ്യയാണെന്നും സ്നേഹവും സത്യവുമാണ് ജീവന്റെ ആധാരമെന്നും കാലം അയാളെ പഠിപ്പിക്കുകയായിരുന്നു. വീട്ടിലെത്തിയ രാജീവ് നേരെ തന്റെ മുറിയിലേക്ക് കയറി വാതിലടച്ചു. അയാളുടെ മാറ്റങ്ങൾ കണ്ട് അഞ്ജലിക്ക് അമ്പരപ്പാണ് ഉണ്ടായത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി രാജീവിന്റെ പെരുമാറ്റത്തിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. ഡോക്ടറെ കണ്ടതിനു ശേഷം അയാൾ തന്നോട് ശരിയായി സംസാരിച്ചിട്ട് പോലുമില്ല. എന്താണ് റിപ്പോർട്ടിലുള്ളതെന്ന് ചോദിച്ചപ്പോൾ അയാൾ ഒഴിഞ്ഞു മാറുകയായിരുന്നു. രാജീവേട്ടാ, എന്താ പ്രശ്നം?
ഡോക്ടർ എന്താ പറഞ്ഞത്? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അടച്ചിട്ട വാതിലിന് പുറത്തു നിന്നും അഞ്ജലി ഉച്ചത്തിൽ ചോദിച്ചു. കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം വാതിൽ തുറക്കപ്പെട്ടു. രാജീവിന്റെ ചുവന്നു കലങ്ങിയ കണ്ണുകളും അലങ്കോലപ്പെട്ട രൂപവും കണ്ട് അഞ്ജലി ഞെട്ടിപ്പോയി. അയാൾ ഒരു തളർച്ചയോടെ കട്ടിലിലേക്ക് വീണു. എനിക്കാണ് അഞ്ജലി കുഴപ്പം, എനിക്കല്ല. എനിക്ക് ഒരിക്കലും ഒരു അച്ഛനാകാൻ കഴിയില്ല അഞ്ജലി. എന്റെ രക്തത്തിൽ ഒരു കുഞ്ഞു പറക്കാൻ സാധ്യതയില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഒരു വിതുമ്പലോടെ രാജീവ് പറഞ്ഞു നിർത്തി. ആ വാക്കുകൾ അഞ്ജലിയുടെ തലച്ചോറിൽ 1000 ഇടിമിന്നലുകളായി പതിച്ചു. തന്റെ സ്വപ്നങ്ങളാണ് ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായത്. ഒരു കുഞ്ഞിനെ കൊതിച്ച് ഈ വലിയ വീട്ടിലേക്ക് വലുതുകാൽ വെച്ച് കയറിയ താൻ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ മീരയോ? അഞ്ജലിയുടെ ചുണ്ടുകൾ വിറച്ചു. അവൾക്കൊരു കുഴപ്പവുമില്ലായിരുന്നു. എന്റെ കുറവുകൾ ഞാൻ ആ പാവത്തിന്റെ തലയിൽ കെട്ടിവെച്ചു. അവളെ ഞാൻ പടിയിറക്കി വിട്ടു. പക്ഷെ വലിയൊരു സത്യം ഞാൻ ഇന്ന് അറിഞ്ഞു. അവൾ ഗർഭിണിയാണ്. ഡോക്ടർ പറഞ്ഞ വലിയ അത്ഭുതം സംഭവിച്ചിരിക്കുന്നു അഞ്ജലി. എന്റെ കുഞ്ഞ് അവളുടെ വയറ്റിൽ വളരുന്നുണ്ട്. ഞാൻ ഇന്ന് അവളെ നേരിട്ട് കണ്ടു. രാജീവ് 2 കൈകളും കൊണ്ട് മുഖം പൊത്തി വീണ്ടും കരയാൻ തുടങ്ങി. അഞ്ജലിക്ക് സങ്കടത്തേക്കാൾ ഉപരി അടക്കാനാവാത്ത ദേഷ്യമാണ് വന്നത്. സ്വന്തം ഭർത്താവിന്റെ സ്വാർത്ഥതയുടെയും ക്രൂരതയുടെയും ആഴം അവൾ തിരിച്ചറിയുകയായിരുന്നു. ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ സ്വപ്നമായ മാതൃത്വത്തെയാണ് ഇയാൾ ഇത്ര നിസ്സാരമായി കണ്ടത്. തന്റെ തെറ്റുകൾ മറച്ചുവെക്കാൻ ഒരുവളെ വലിച്ചെറിഞ്ഞു. തന്നെ ഒരു ഉപകരണമായി ഉപയോഗിച്ചു. എനിക്ക് നിങ്ങളോട് വെറുപ്പാണ് തോന്നുന്നത് രാജുവേട്ട. മീരയോട് നിങ്ങൾ കാണിച്ച ക്രൂരതയ്ക്ക് ദൈവം തന്ന ശിക്ഷയാണിത്. അവൾക്ക് കിട്ടിയ ഭാഗ്യം നിങ്ങൾക്ക് ഒരിക്കലും ആസ്വദിക്കാൻ കഴിയില്ല. സ്നേഹിക്കാൻ അറിയാത്ത സ്വന്തം ചോരയെ പോലും തെരുവിലേക്ക് വലിച്ചെറിഞ്ഞ് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ എനിക്കിനി താല്പര്യമില്ല. അഞ്ജലി തന്റെ മുറിയിലേക്ക് പോയി സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യാൻ തുടങ്ങി. രാജി അവളെ തടയാൻ ശ്രമിച്ചില്ല. അയാൾക്ക് അതിനുള്ള അർഹതയില്ലെന്ന് അയാൾക്കറിയാമായിരുന്നു. രാജീവിന്റെ അമ്മ സേതുലക്ഷ്മി അമ്മ ഇതെല്ലാം കേട്ട് സ്തംഭിച്ചു നിൽക്കുകയായിരുന്നു. തന്റെ തറവാടിന് ഒരു പിൻഗാമി ഉണ്ടാകില്ലെന്ന സത്യം അവരെ തളർത്തി. എന്നാൽ അതിനേക്കാൾ അവരെ ഞെട്ടിച്ചത് മീര ഗർഭിണിയാണെന്ന വാർത്തയാണ്. അഞ്ജലി ആ വീടിന്റെ പടിയിറങ്ങി പോകുമ്പോൾ സേതുലക്ഷ്മി അമ്മയുടെ മനസ്സിൽ കുറ്റബോധത്തെക്കാൾ ഉപരി സ്വാർത്ഥതയായിരുന്നു നിറഞ്ഞു നിന്നത്. എന്റെ പേരക്കുട്ടി, എന്റെ തറവാടിന്റെ അവകാശി, ആ ചിന്ത അവരുടെ ഉള്ളിൽ വേരുറപ്പിച്ചു തുടങ്ങി. മറുവശത്ത് പ്രകൃതി വീണ്ടും ഒരു മഴയ്ക്കായി തയ്യാറെടുക്കുകയായിരുന്നു. മാധവിയമ്മയുടെ ചെറിയ വീട്ടിൽ മീര വേദന കൊണ്ട് പുളയുകയായിരുന്നു. അവളുടെ പ്രസവ സമയം അടുത്തിരിക്കുന്നു. ഇടവിട്ട് വരുന്ന വേദന സഹിക്കാൻ കഴിയാതെ അവൾ മാധവിയമ്മയുടെ കൈകളിൽ മുറുകെ പിടിച്ചു. ഒന്നുമില്ല മോളെ, ധൈര്യമായിരിക്കും. ഞാൻ ഓട്ടോ വിളിച്ചിട്ടുണ്ട്. നമുക്ക് വേഗം ആശുപത്രിയിലെത്താം. മാധവിയമ്മ അവളെ ആശ്വസിപ്പിച്ചു. ആ രാത്രിയിലെ കനത്ത മഴയത്ത് ഒരു ചെറിയ ഓട്ടോറിക്ഷയിൽ സർക്കാർ ആശുപത്രിയിലേക്കുള്ള യാത്ര മീരയ്ക്ക് നരകതുല്യമായിരുന്നു. ഓരോ കുണ്ടും കുഴിയും താണ്ടുമ്പോൾ അവളുടെ ശരീരത്തിൽ പിന്നൽ പിടരുകൾ പായുന്നത് പോലെ തോന്നി. ആശുപത്രിയിലെത്തിയ ഉടനെ അവളെ ലേബർ റൂമിലേക്ക് മാറ്റി. പുറത്ത് പ്രാർത്ഥനകളോടെ മാധവിയമ്മ കാത്തുനിന്നു. മണിക്കൂറുകൾ നീണ്ട വേദന. തന്റെ ജീവൻ നഷ്ടപ്പെടുമെന്ന് പോലും അവൾക്ക് തോന്നി. എങ്കിലും തന്റെ ഉള്ളിൽ ഇത്രയും കാലം ജീവനായിക്കൊണ്ട് നടന്ന ആ കുഞ്ഞു പൂവിനെ പുറത്തെത്തിക്കാൻ അവൾ സർവ്വശക്തിയും എടുത്ത് പൊരുതി. രാജീവിന്റെ ക്രൂരമായ വാക്കുകൾ, താൻ അനുഭവിച്ച അപമാനങ്ങൾ, ഇരുളിലൂടെയുള്ള ആ നടത്തം എല്ലാം അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. ഇല്ല, തോറ്റുകൊടുക്കാൻ അവൾ തയ്യാറല്ലായിരുന്നു. ഒടുവിൽ ആ പുലർച്ചെ സമയത്ത് ഇടിമുഴക്കങ്ങളെ തോൽപ്പിക്കുന്ന ഒരു കുഞ്ഞിക്കരച്ചിൽ ലേബർ റൂമിനുള്ളിൽ നിന്നും ഉയർന്നു കേട്ടു. മീരയുടെ കാതുകളിൽ അത് ലോകത്തിലെ ഏറ്റവും മനോഹരമായ സംഗീതമായി മുഴങ്ങി. അവളുടെ കണ്ണുകളിൽ നിന്നും സന്തോഷാശ്രുക്കൾ ഒഴുകിയിറങ്ങി. ആൺകുട്ടിയാണ് മീര. നഴ്സ് ആ കുഞ്ഞിനെ വൃത്തിയാക്കി അവളുടെ നെഞ്ചിലേക്ക് കിടത്തുമ്പോൾ പറഞ്ഞു. ചെറിയ ചുവന്ന ആ കുഞ്ഞു ശരീരത്തെ തന്റെ നെഞ്ചോട് ചേർക്കുമ്പോൾ മീര അനുഭവിച്ച നിർവൃതിക്ക് പകരം വെക്കാൻ ലോകത്ത് മറ്റൊന്നിനും കഴിയുമായിരുന്നില്ല. അവൾ ആ കുഞ്ഞിക്കവളിൽ പതുക്കെ ഉമ്മ വെച്ചു. അവളുടെ 5 വർഷത്തെ കണ്ണുനീരിന്റെയും കാത്തിരിപ്പിന്റെയും ഫലം. അവനെ അവൾ ആരോ എന്ന് മനസ്സിൽ വിളിച്ചു. തന്റെ ജീവിതത്തിലെ എല്ലാ കൊടുങ്കാറ്റുകളെയും ഇല്ലാതാക്കി ശാന്തത കൊണ്ടുവന്നവൻ. അതേസമയം നഗരത്തിലെ വലിയ വീട്ടിൽ സേതുലക്ഷ്മിയമ്മ രാജീവിനെ നിർബന്ധിക്കുകയായിരുന്നു. നീ പോയി അവളെ കൂട്ടിക്കൊണ്ടുവാ രാജീവ്. അവൾക്ക് ജനിക്കുന്നത് നമ്മുടെ രക്തമാണ്. ആ കുഞ്ഞിനെ ഈ തറവാട്ടിൽ തന്നെ വളർത്തണം. നീ പോയി മാപ്പ് പറഞ്ഞാൽ അവൾ വരും. പാവമല്ലേ മീര. രാജീവ് മൗനമായി നിന്നു. താൻ എന്ത് മുഖം വെച്ചാണ് അവളുടെ മുന്നിൽ പോയി നിൽക്കുക? പക്ഷേ സ്വന്തം കുഞ്ഞിനെ ഒരു നോക്ക് കാണാനുള്ള മോഹം അയാളുടെ ഉള്ളിലെ ഭയത്തെ മെല്ലെ കീഴടക്കാൻ തുടങ്ങിയിരുന്നു. ഒരിക്കൽ താൻ വലിച്ചെറിഞ്ഞ സ്നേഹത്തെ തിരികെ പിടിക്കാൻ അയാൾ ഒരുങ്ങുകയായിരുന്നു. എന്നാൽ മീര പഴയ മീരയില്ലെന്നും അവൾ ഇനി ഒരിക്കലും ആ പഴയ അടിമയാകില്ലെന്നും രാജീവ് അറിഞ്ഞിരുന്നില്ല. വലിയൊരു കൊടുങ്കാറ്റിന് മുന്നോടിയായുള്ള ശാന്തത മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആശുപത്രിയിലെ ദിവസങ്ങൾക്ക് ശേഷം മീരയും കുഞ്ഞും മാധവി അമ്മയുടെ ചെറിയ വീട്ടിലേക്ക് തിരിച്ചെത്തി. ആ പഴയ ഓലപ്പുര ഇപ്പോൾ സ്വർഗത്തിന് തുല്യമായിരുന്നു. മാനത്തെ അമ്പിളിമാമനെ പോലെ ചിരിയുള്ള ആ കുരുന്ന് വീടിന്റെ മുറ്റത്ത് ഒരു പുതിയ വസന്തം തീർത്തു. അവനെ മാറോട് ചേർക്കുമ്പോൾ മീര താൻ അനുഭവിച്ച വേദനകളെല്ലാം മറന്നു. ഉണങ്ങാത്ത മുറിവുകളിൽ അവനൊരു സ്വാതന്ത്ര്യമായി പെയ്തിറങ്ങി. തനിക്ക് ചുറ്റുമുള്ള ലോകം ഇപ്പോൾ അവനിൽ മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു എന്ന് മീര തിരിച്ചറിഞ്ഞു. മാധവിയമ്മയുടെ കണ്ണുകളിലും ജീവിതത്തിന്റെ സായാഹ്നത്തിൽ ലഭിച്ച വലിയൊരു നിധിയോടുള്ള വാത്സല്യം നിറഞ്ഞു നിന്നു. എന്നാൽ നഗരത്തിലെ ആ വലിയ തറവാട്ട് വീട്ടിൽ സമാധാനം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നു. അഞ്ജലി ഇറങ്ങിപ്പോയതോടെ രാജീവ് ഒരു ജീവച്ചവത്തെ പോലെയായി.
സ്വന്തം അഹങ്കാരവും സ്വാർത്ഥതയും വരുത്തിവെച്ച വിനകളെ കുറിച്ച് ഓർത്ത് അയാൾ നീറി പുകഞ്ഞു. ഇതിനിടയിലാണ് സേതുലക്ഷ്മി അമ്മയുടെ നിർബന്ധം കൂടിയത്. നമ്മുടെ ചോരയാണ് രാജി അവിടെ വളരുന്നത്. എന്റെ തറവാടിന്റെ ഏക അവകാശി. അവനെ ആ കുടിലിൽ വളർത്താൻ ഞാൻ സമ്മതിക്കില്ല. നീ ചെന്ന് മീരയോട് മാപ്പ് ചോദിക്കും. പാവമല്ലേ അവൾ. നിന്റെ കാല് പിടിച്ചല്ലേ അന്ന് കരഞ്ഞത്. നീ വിളിച്ചാൽ അവൾ ഇങ്ങോട്ട് തന്നെ വരും. സേതുലക്ഷ്മി അമ്മയുടെ വാക്കുകളിൽ പശ്ചാത്താപത്തെക്കാൾ ഉപരി സ്വന്തം കുലമഹിമയെ കുറിച്ചുള്ള വിദ്യാഭിമാനമായിരുന്നു നേലിച്ചിരുന്നത്. ആദ്യം മടിച്ചെങ്കിലും സ്വന്തം കുഞ്ഞിനെ ഒരു നോക്ക് കാണാനുള്ള രാജീവിന്റെ അടങ്ങാത്ത ആഗ്രഹം അയാളെ അതിന് പ്രേരിപ്പിച്ചു. തന്റെ മീര പഴയതുപോലെ തന്നെ സ്വീകരിക്കുമെന്നൊരു അഹങ്കാരം അയാളുടെ ഉള്ളിന്റെ ഉള്ളിൽ എപ്പോഴും ബാക്കിയുണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രഭാതത്തിൽ രാജീവും അമ്മയും തങ്ങളുടെ വലിയ കാറിൽ ആ ചെറിയ ഗ്രാമത്തിലേക്ക് യാത്ര തിരിച്ചു. ഗ്രാമത്തിലെ ഇടുങ്ങിയ ഇടവഴിയിലൂടെ ആ വലിയ കാർ കടന്നു വന്നപ്പോൾ നാട്ടുകാരെല്ലാം അത്ഭുതത്തോടെ നോക്കി നിന്നു. മാധവി അമ്മയുടെ വീടിന്റെ മുറ്റത്ത് കാർ വന്നു നിന്നപ്പോൾ വരാന്തയിൽ ഇരുന്ന് കുഞ്ഞിനെ താരാട്ട് പാടുകയായിരുന്ന മീരയുടെ പാട്ട് പെട്ടെന്ന് നിന്നു. കാറിൽ നിന്ന് ഇറങ്ങുന്ന രാജീവിനെയും സേതുലക്ഷ്മി അമ്മയെയും കണ്ടപ്പോൾ അവളുടെ മുഖത്ത് യാതൊരു ഭാവമാറ്റവും ഉണ്ടായിരുന്നില്ല. ഭയമോ അത്ഭുതമോ സന്തോഷമോ ഒന്നുമില്ലാത്ത ഒരുതരം ശാന്തത. രാജീവിന്റെ കണ്ണുകൾ നേരെ ചെന്നെത്തിയത് മീരയുടെ മടിയിൽ കിടക്കുന്ന ആ ചെറിയ കുഞ്ഞിലേക്കാണ്. തന്റെ നെറ്റിത്തടം, തന്റെ അതേ ചുണ്ടുകൾ. രാജീവിന്റെ ഹൃദയം പടപടാൻ മിടിക്കാൻ തുടങ്ങി. തൊണ്ടയിൽ എന്തോ വന്ന് വിങ്ങുന്നത് പോലെ അയാൾക്ക് അനുഭവപ്പെട്ടു. മീര, രാജീവ് വിറയ്ക്കുന്ന ശബ്ദത്തിൽ വിളിച്ചു. അയാൾ പതുക്കെ വരാന്തയിലേക്ക് കയറി. മീര യാതൊരു ഭാവഭേദവുമില്ലാതെ അവരെ നോക്കി. അവൾ കുഞ്ഞിനെയും നെഞ്ചോട് ചേർത്ത് പതുക്കെ എഴുന്നേറ്റ് നിന്നു. മീര മോളെ. സേതുലക്ഷ്മി അമ്മ ഒരു കൃത്രിമ ചിരിയോടെ മുന്നോട്ട് വന്നു. കഴിഞ്ഞതെല്ലാം ഒരു ദുസ്വപ്നമായി കണ്ട് നീ മറക്കണം. ഇവന് തെറ്റുപറ്റിപ്പോയതാണ്. നീ ഈ കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങളുടെ കൂടെ വരണം. നമ്മുടെ തറവാടിന്റെ ഏക അവകാശിയാണ് നിന്റെ കയ്യിലിരിക്കുന്നത്. ആ വാക്കുകൾ കേട്ടത് മീരയുടെ ചുണ്ടിൽ പുച്ഛം നിറഞ്ഞ ഒരു പുഞ്ചിരി വിടർന്നു. അവൾ സേതുലക്ഷ്മി അമ്മയുടെ മുഖത്തേക്ക് നേരിട്ട് നോക്കി പറഞ്ഞു, തറവാടിന്റെ അവകാശിയോ? ഏത് തറവാടിന്റെ അവകാശിയാ? 5 വർഷം ഒരു കുഞ്ഞില്ലാത്തതിന്റെ പേരിൽ എന്നെ കുത്തി നോവിച്ചപ്പോൾ, ഒടുവിൽ ഈ മനുഷ്യൻ എന്നെ മച്ചി എന്ന് വിളിച്ച് ആ പാതിരാത്രിയിൽ പടിയിറക്കി വിട്ടപ്പോൾ, അന്ന് എവിടെയായിരുന്നു നിങ്ങളുടെ ഈ തറവാട്ട് മഹിമയും സ്നേഹവും? കരഞ്ഞു കലങ്ങിയ കണ്ണുമായി അന്ന് ഞാൻ ആ വീടിന്റെ പടിയിറങ്ങുമ്പോൾ നിങ്ങൾ തടഞ്ഞോ? സേതുലക്ഷ്മി അമ്മയുടെ മുഖം വിളറി വെളുത്തു. അവർക്ക് മറുപടി പറയാൻ വാക്കുകളില്ലായിരുന്നു. രാജീവ് മുന്നോട്ട് വന്ന് മീരയുടെ മുന്നിൽ കൈകൾ കൂപ്പി. എനിക്ക് തെറ്റുപറ്റി മീര. ഞാൻ അഹങ്കാരം കൊണ്ട് അന്ധനായിരുന്നു. എന്റെ കുറവുകൾ ഞാൻ നിന്റെ തലയിൽ കെട്ടിവെച്ചു. എന്നോട് ക്ഷമിക്കും മീര. എന്റെ കുഞ്ഞിനെ എനിക്കൊന്ന് കാണണം. അവനെ ഒന്ന് തൊടാൻ എന്നെ അനുവദിക്കൂ. രാജീവ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവളുടെ കാലുകളിലേക്ക് വീഴാൻ ആഞ്ഞു. എന്നാൽ മീര പെട്ടെന്ന് 2 അടി പിന്നോട്ട് മാറി. അവളുടെ കണ്ണുകളിൽ ഇപ്പോൾ അഗ്നി ജ്വലിക്കുന്നുണ്ടായിരുന്നു. വേണ്ട രാജീവ്, നിങ്ങളുടെ കൈകൾ എന്റെ കുഞ്ഞിന്റെ മേൽ പതിക്കരുത്. ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയാത്തവളാണ് ഞാൻ എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അതെ, നിങ്ങളുടെ കുടുംബത്തിന് ഒരു അവകാശം നൽകാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഈ കുഞ്ഞ് ഇത് എന്റെ മാത്രമാണ്, എന്റെ ജീവന്റെ പാതി. എനിക്ക് എന്റെ കുഞ്ഞിനെ വളർത്താൻ നിങ്ങളുടെ പണത്തിന്റെയോ തറവാടിന്റെയോ ആവശ്യമില്ല. മീര, അങ്ങനെ പറയരുത്. ഞാൻ ഇവന്റെ അച്ഛനാണ്. രാജീവ് തേങ്ങിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അച്ഛൻ? സ്വന്തം രക്തത്തെ ഗർഭത്തിൽ ചുമക്കുമ്പോൾ പാതിരാത്രി തെരുവിലേക്ക് വലിച്ചെറിയുന്നവന് അച്ഛൻ എന്ന് വിളിക്കാൻ അർഹതയില്ല രാജീവ്. നിങ്ങൾ ഇത്രയും കാലം സ്നേഹിച്ചത് എന്നെയല്ല, നിങ്ങളുടെ അഹങ്കാരത്തെയും നിങ്ങളുടെ പൗരുഷത്തെയുമാണ്. എന്റെ കുഞ്ഞിന് അങ്ങനെ ഒരു അച്ഛനെ വേണ്ട. അവനൊരു അമ്മ മതി. ആ അമ്മയ്ക്ക് അവനെ വളർത്താൻ നല്ല കരുത്തുണ്ട്. മീരയുടെ ഓരോ വാക്കുകളും രാജീവിന്റെ മുഖത്തേറ്റ ചാട്ടവാറടികൾ പോലെയായിരുന്നു. താൻ ഉപേക്ഷിച്ചത് വെറുമൊരു ഭാര്യയെയല്ല, ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ ഒരു പെൺമനസ്സിനെയാണെന്ന് അയാൾ തിരിച്ചറിയുകയായിരുന്നു. അവൾ ഇനി ഒരിക്കലും തന്റെ ജീവിതത്തിലേക്ക് തിരികെ വരില്ലെന്ന സത്യം അയാളുടെ നെഞ്ചിൽ ഒരു വലിയ കല്ലായി വന്ന് പതിച്ചു. പോവുക ഇവിടുന്ന്. വരാന്തയുടെ തൂണിൽ ചാരി നിന്നിരുന്ന മാധവിയമ്മ ഗൗരവത്തോടെ പറഞ്ഞു. അവളെയും കുഞ്ഞിനെയും ഇനി സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കുക. അതുമാത്രമാണ് നിങ്ങൾക്ക് അവളോട് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു പ്രായശ്ചിത്തം. രാജീവ് നിറകണ്ണുകളോടെ തന്റെ കുഞ്ഞിനെ ഒരിക്കൽ കൂടി നോക്കി. ആ പിഞ്ചുമുഖത്ത് നോക്കി ഒന്ന് ചുംബിക്കാൻ പോലും അവകാശമില്ലാത്ത ഒരച്ഛൻ. ജീവിതത്തിൽ ആദ്യമായി അയാൾക്ക് തന്നോട് തന്നെ അടക്കാനാവാത്ത വെറുപ്പ് തോന്നി. സേതുലക്ഷ്മി അമ്മ തലകുനിച്ച് കാറിലേക്ക് നടന്നു. പിന്നാലെ സർവ്വതും നഷ്ടപ്പെട്ടവനെ പോലെ സ്വന്തം കർമ്മഫലങ്ങളുടെ ഭാരം മുഴുവൻ ചുമലിലേറ്റി രാജീവ് നടന്നു നീങ്ങി. അവർ ഗേറ്റ് കടന്നു പോകുന്നത് നോക്കി മീര വരാന്തയിൽ നിന്നു. അവളുടെ കണ്ണുകളിൽ ഇപ്പോൾ കണ്ണീരില്ലായിരുന്നു. പകരം വരാനിരിക്കുന്ന ഒരു പുതിയ ജീവിതത്തിന്റെ തിളക്കവും മാതൃത്വത്തിന്റെ അപാരമായ കരുത്തും മാത്രം നിറഞ്ഞു നിന്നു. കാലം ഒരു വലിയ മാന്ത്രികനാണ്. ഉണങ്ങില്ലെന്ന് നമ്മൾ കരുതുന്ന പല മുറിവുകളെയും അത് അതിന്റെ മാന്ത്രിക സ്പർശത്താൽ ഇല്ലാതാക്കും. കരയാൻ മാത്രം വിധിക്കപ്പെട്ടവർക്ക് അത് ചിരിക്കാനുള്ള വക നൽകും. അഹങ്കരിക്കുന്നവരെ അത് മണ്ണോളം താഴ്ത്തുകയും ചെയ്യും. മാധവിയമ്മയുടെ ആ ചെറിയ ഓലപ്പുരയ്ക്ക് മുകളിലൂടെ 5 വർഷങ്ങൾ കൊഴിഞ്ഞു പോയിരിക്കുന്നു. കാലചക്രത്തിന്റെ കറക്കത്തിൽ പ്രകൃതി പലതവണ വേഷം മാറിയെങ്കിലും മീരയുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്നും വസന്തകാലമായിരുന്നു. അവളുടെ മകൻ ആരവിന് ഇപ്പോൾ 5 വയസ്സായി. ആ ഗ്രാമത്തിലെ ഏറ്റവും ചുറുചുറുക്കുള്ള ബുദ്ധിമാനായ കുട്ടി. അവന്റെ ഓരോ ചിരിയിലും ഓരോ കുറുമ്പുകളിലും മീര തന്റെ ഭൂതകാലത്തിന്റെ വേദനകളെല്ലാം മറന്നു.
കഴിഞ്ഞ 5 വർഷങ്ങൾ അവൾക്ക് കേവലം ഒരു അമ്മയാകാനുള്ള സമയം മാത്രമായിരുന്നില്ല, സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തയായ ഒരു സ്ത്രീയായി മാറാനുള്ള കാലം കൂടിയായിരുന്നു അത്. മാധവിയമ്മയുടെ നിർബന്ധത്തിനും പിന്തുണയ്ക്കും വഴങ്ങി മീര വീണ്ടും പഠിച്ചു. ഒരു അധ്യാപികയാകാനുള്ള യോഗ്യത അവൾ സ്വന്തമാക്കി. ഇപ്പോൾ നഗരത്തിലെ പ്രശസ്തമായ ഒരു സ്കൂളിൽ ടീച്ചറാണ് മീര. സ്വന്തം അധ്വാനം കൊണ്ട് അവൾ മാധവിയമ്മയുടെ വീട് പുതുക്കിപ്പണിതു. മുറ്റത്ത് നിറയെ പൂച്ചെടികൾ നട്ടുപിടിപ്പിച്ചു. ഒരു കാലത്ത് ഭർത്താവിന്റെ ഔദാര്യത്തിൽ മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ട, അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ പോലും ഭയപ്പെട്ടിരുന്ന ആ പഴയ മീര ഇന്ന് എവിടെയോ മണ്ണടിഞ്ഞിരിക്കുന്നു. പകരം അവിടെ അപാരമായ ആത്മവിശ്വാസമുള്ള ഏത് കൊടുങ്കാറ്റിനെയും ചിരിച്ചുകൊണ്ട് നേരിടാൻ കരുത്തുള്ള പുതിയൊരു മീര ജനിച്ചിരിക്കുന്നു. എന്നാൽ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തലയുയർത്തി നിന്നിരുന്ന രാജീവിന്റെ തറവാട്ട് വീട്ടിൽ ഇപ്പോൾ ശ്മശാനം മൂകതയായിരുന്നു. അഞ്ജലി പോയതിനു ശേഷം ആ വീട്ടിൽ ഒരിക്കൽ പോലും ഒരു പൊട്ടിച്ചിരി ഉയർന്നിട്ടില്ല. തറവാടിന്റെ മഹിമയും പാരമ്പര്യവും പറഞ്ഞ് അഹങ്കരിച്ചിരുന്ന സേതുലക്ഷ്മി അമ്മ സ്വന്തം കർമ്മഫലങ്ങൾ അനുഭവിച്ച് മാസങ്ങളോളം കിടപ്പിലായി. ഒടുവിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. അവരുടെ അവസാന നാളുകളിൽ പേരക്കുട്ടിയെ ഒരു നോക്ക് കാണാൻ അവർ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. എന്നാൽ രാജീവിന് മീരയുടെ മുന്നിൽ പോയി നിൽക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. സേതുലക്ഷ്മി അമ്മയുടെ മരണത്തോടെ രാജീവ് ആ വലിയ വീട്ടിൽ തികച്ചും ഒറ്റപ്പെട്ടു. പണവും പ്രതാപവും ബിസിനസ്സും എല്ലാം ഉണ്ടായിരുന്നിട്ടും അയാൾക്ക് യാതൊരു സമാധാനവും ഉണ്ടായിരുന്നില്ല. രാത്രികളിൽ ആ വലിയ വീടിന്റെ ഇടനാഴിയിലൂടെ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ 5 വർഷം മുമ്പുള്ള ആ ഇടിമിന്നലുള്ള രാത്രി അയാളുടെ ഓർമ്മകൾ വന്നു നിറയും. എന്നെ പുറത്താക്കരുത് രാജീവേട്ട, ഞാനൊരു വേലക്കാരിയായിട്ടെങ്കിലും ഇവിടെ നിന്നോളാം എന്ന് പറഞ്ഞ് സ്വന്തം കാലിലേക്ക് വീണ മീരയുടെ മുഖം അയാളുടെ ഉറക്കം കെടുത്തി. താൻ അവളോട് ചെയ്ത ക്രൂരതയുടെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് ഓരോ ദിവസം കഴിയും തോറും അയാൾ കൂടുതൽ തിരിച്ചറിയുകയായിരുന്നു. തന്റെ സ്വന്തം രക്തം തന്റെ കൺമുന്നിലല്ലാതെ എവിടെയോ വളരുന്നുണ്ടെന്നും അവനെ ഒന്ന് നെഞ്ചോട് ചേർക്കാൻ തനിക്ക് ജന്മത്തിൽ കഴിയില്ലെന്നുമുള്ള സത്യം അയാളെ ഒരു ഭ്രാന്തനെ പോലെയാക്കി. പലപ്പോഴും രാജീവ് കാറുമെടുത്ത് മീരയുടെ ഗ്രാമത്തിലേക്ക് പോകും. അവളെ നേരിട്ട് കാണാൻ ധൈര്യമില്ലാത്തത് കൊണ്ട് ദൂരെ എവിടെയെങ്കിലും കാർ നിർത്തിയിട്ട് അവളുടെ വീടിന്റെ പരിസരത്തേക്ക് അയാൾ നോക്കി നിൽക്കും. ആരോ മുറ്റത്ത് ഓടിക്കളിക്കുന്നത് കാണുമ്പോൾ അയാളുടെ കണ്ണുകൾ നിറയും. തന്റെ അതേ മുഖം, തന്റെ അതേ നടത്തം, ആ കുഞ്ഞിന്റെ അച്ഛനാകാൻ അവളെ തോളിലേറ്റി നടക്കാൻ തനിക്ക് അവകാശമില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ അയാൾ കാറിന്റെ സ്റ്റിയറിംഗിൽ തലവെച്ച് പൊട്ടിക്കരയും. അങ്ങനെയിരിക്കെ ഒരു ദിവസം മീരയുടെ സ്കൂളിലെ വാർഷികാഘോഷം നടക്കുകയായിരുന്നു. കുട്ടികളുടെ കലാപരിപാടികൾ കാണാൻ മാതാപിതാക്കളും നാട്ടുകാരും എത്തിയിട്ടുണ്ട്. ആരവും അന്ന് സ്റ്റേജിൽ ഒരു നൃത്തം അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു. ഈ വിവരം എങ്ങനെയോ അറിഞ്ഞ രാജീവ് ആരും അറിയാതെ സദസ്സിന്റെ ഏറ്റവും പുറകിലത്തെ നിരയിൽ വന്നിരുന്നു. സ്റ്റേജിൽ വർണ്ണശബളമായ വിളക്കുകൾ തെളിഞ്ഞു. മനോഹരമായ ഒരു പാട്ടിന്റെ ഈണത്തിനൊത്ത് ആരവ് ചുവട് വെച്ചപ്പോൾ സദസ് ഒന്നടങ്ക കൈയടിച്ചു. രാജീവിന്റെ ഹൃദയം അഭിമാനം കൊണ്ട് വിങ്ങിപ്പൊട്ടി. തന്റെ മകൻ, സ്വന്തം അസ്തിത്വം ലോകത്തിന് മുന്നിൽ വിളിച്ചോതുന്ന തന്റെ ചോര. പരിപാടി കഴിഞ്ഞ് കുട്ടികൾ എല്ലാവരും മാതാപിതാക്കളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. സദസ്സിന്റെ മുൻനിരയിൽ ഇരുന്നിരുന്ന മീരയുടെ അടുത്തേക്ക് ആരവ് ഓടിയെത്തി. അവളുടെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചു. മീര അവരെ വാരിയെടുത്ത് ഉമ്മ വെച്ചു. ആ കാഴ്ച കണ്ടപ്പോൾ രാജീവിന് അവിടെ ഇരിക്കാൻ കഴിഞ്ഞില്ല. എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ ഒന്ന് അടുത്തു കാണണം, ഒരൊറ്റ തവണ അവനെ ഒന്ന് തൊടണം. ആ ആഗ്രഹം അയാളെ മുന്നോട്ട് നയിച്ചു. തിരക്കിനിടയിലൂടെ രാജീവ് മീരയുടെ അടുത്തേക്ക് നടന്നു ചെന്നു. മീര അപ്പോൾ മറ്റൊരു അധ്യാപികയോട് സംസാരിക്കുകയായിരുന്നു. പെട്ടെന്ന് മുന്നിൽ വന്നു നിന്ന രാജീവിനെ കണ്ട് അവൾ ഒരു നിമിഷം സ്തംഭിച്ചു. രാജീവിന്റെ കണ്ണുകൾ മീരയെ ചുറ്റി നിൽക്കുന്ന ആരവിലായിരുന്നു. കുഞ്ഞ് അത്ഭുതത്തോടെ ആ അപരിചിതനെ നോക്കി. മീര, രാജീവ് ഇടർന്ന ശബ്ദത്തിൽ വിളിച്ചു. അവൻ എന്ത് ഭംഗിയാ ഡാൻസ് ചെയ്തത്. എനിക്കൊന്ന് ഒറ്റ തവണ അവനെ ഒന്ന് തൊടാൻ അനുവദിക്കുമോ? അയാളുടെ ശബ്ദത്തിൽ യാചനയായിരുന്നു. മീരയുടെ മുഖത്ത് പഴയ ആ ദേഷ്യമോ വെറുപ്പോ ഉണ്ടായിരുന്നില്ല. പകരം തികഞ്ഞ ഒരുതരം നിസ്സംഗതയായിരുന്നു. അവൾ രാജീവിനെ നോക്കി ശാന്തമായി പറഞ്ഞു, വേണ്ട രാജീവ്, ഇത്രയും കാലം അവൻ വളർന്നത് ഒരു അച്ഛനില്ലാതെയാണ്. ഇനി ഈ അപരിചിതൻ ആരാണെന്ന് അവന് ഞാൻ വിശദീകരിച്ചു കൊടുക്കേണ്ടി വരും. അതെന്റെ കുഞ്ഞിന്റെ മനസ്സിൽ ആശയക്കുഴപ്പങ്ങൾ മാത്രമേ ഉണ്ടാക്കൂ. നിങ്ങളോട് ഞാൻ എന്നെ ക്ഷമിച്ചു കഴിഞ്ഞു. കാരണം അന്ന് നിങ്ങൾ എന്നെ ആ ഇരുട്ടിലേക്ക് വലിച്ചെറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇത്രയും മനോഹരമായ ഒരു ജീവിതം എനിക്കൊരിക്കലും സ്വന്തമാകില്ലായിരുന്നു. അതിന് നിങ്ങളോട് എനിക്ക് നന്ദി മാത്രമേ ഉള്ളൂ. പക്ഷേ എന്റെ കുഞ്ഞിന്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് യാതൊരു സ്ഥാനവുമില്ല. ദയവായി ഞങ്ങളുടെ പാട്ടിന് വിടുക. മീരയുടെ ആ വാക്കുകൾ രാജീവിന്റെ ഹൃദയത്തിലെ അവസാനത്തെ പ്രതീക്ഷയുടെ നാമം കരിയിച്ചു കളഞ്ഞു. അവൾ പറഞ്ഞതാണ് ശരി. താൻ അവർക്കൊരു അപരിചിതൻ മാത്രമാണ്. അവൾക്ക് തന്നോട് ദേഷ്യം പോലുമില്ല. കാരണം ദേഷ്യപ്പെടാൻ പോലും അവൾ ഇപ്പോൾ തന്നെ പരിഗണിക്കുന്നില്ല. ആരോ മീരയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു, അമ്മേ, ഇതാരാ? മീര അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചിരിച്ച മുഖത്തോടെ പറഞ്ഞു, അതൊരു വഴിയാത്രക്കാരനാണ് മോനെ, വഴിതെറ്റി വന്നതാ. നമുക്ക് പോകാം. മാധവിയമ്മ കാത്തിരിക്കുന്നുണ്ടാകും. അവൾ തിരിഞ്ഞു നടന്നു. രാജി അവിടെ ശിലാപ്രതിമ പോലെ നിന്നുപോയി. അവളുടെ ഓരോ ചുവടുവെപ്പിലും ഉണ്ടായിരുന്ന ആത്മവിശ്വാസവും കരുത്തും അയാൾ കണ്ടു. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിധിയാണ് താൻ സ്വന്തം കൈകൊണ്ട് നശിപ്പിച്ചതെന്ന് അയാൾ പൂർണ്ണമായും തിരിച്ചറിഞ്ഞു. മീരയും ആരവും ആൾക്കൂട്ടത്തിനിടയിലൂടെ നടന്നു മറിയുന്നത് രാജീവ് നോക്കി നിന്നു. പുറത്ത് സായാഹ്ന സൂര്യൻ സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. ആ വെളിച്ചത്തിലേക്ക്, പുതിയൊരു നാളെയുടെ ഉദയത്തിലേക്ക് സ്വന്തം മകന്റെ കൈപിടിച്ച് അവൾ നടന്നു കയറുമ്പോൾ രാജീവ് തന്റെ ജീവിതത്തിന്റെ അർത്ഥമില്ലാത്ത ഇരുളിലേക്ക് തിരികെ നടക്കാൻ തുടങ്ങിയിരുന്നു. കാലം തിരികെ ഒഴുകാത്ത ഒരു നദിയാണ്.
അതിലെ ഓളങ്ങളിൽ എത്രയെത്ര സ്വപ്നങ്ങളാണ് ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നത്. മീരയും ആരവും ആൾക്കൂട്ടത്തിനിടയിലൂടെ നടന്നു മറിഞ്ഞ ആ സായാഹ്നത്തിന് ശേഷം രാജീവിന്റെ ജീവിതം പൂർണ്ണമായും മാറിമറിഞ്ഞു. അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ നിന്നും പശ്ചാത്താപത്തിന്റെ പടുകുഴിയിലേക്ക് വീണ അയാൾക്ക് പിന്നീട് പഴയതുപോലെ ജീവിക്കാൻ കഴിഞ്ഞില്ല. തന്റെ വലിയ തറവാട്ട് വീട്ടിലെ ഒറ്റപ്പെടൽ അയാളെ ശ്വാസം മുട്ടിച്ചു. ഓരോ ചുവരുകളിലും മീരയുടെ കണ്ണുനീരിന്റെ നനവ് അയാൾ അറിഞ്ഞു. ദിവസങ്ങളോളം ഉറക്കമില്ലാതെ ഭക്ഷണം പോലും കഴിക്കാതെ അയാൾ ആ വലിയ വീട്ടിൽ ഒരു ഭ്രാന്തനെ പോലെ അലഞ്ഞു തിരിഞ്ഞു. എന്നാൽ ഒരു രാത്രിയിലെ ഏകാന്തതയിൽ അയാൾക്കൊരു തിരിച്ചറിവുണ്ടായി. ഇരുട്ടിലിരുന്ന് കരഞ്ഞത് കൊണ്ട് മാത്രം താൻ ചെയ്ത പാപങ്ങൾക്ക് പരിഹാരമാകില്ല. തന്നെ പോലെ അഹങ്കാരമുള്ള ഒരു സമൂഹമാണ് മീരയെ പോലുള്ള പെൺകുട്ടികളെ കണ്ണീര് കുടിപ്പിക്കുന്നത്. തന്റെ പ്രായശ്ചിത്തം വെറുമൊരു കരച്ചിലിൽ ഒതുക്കാൻ പാടില്ല. ആ നിമിഷം രാജീവ് ഒരു വലിയ തീരുമാനമെടുത്തു. സ്വന്തം കുലമഹിമയെക്കുറിച്ചും പിന്തുടർച്ചാവകാശികളെക്കുറിച്ചും അഹങ്കരിച്ചിരുന്ന ആ വലിയ തറവാട് വീട്ടിന്റെ ഗേറ്റിൽ കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ പുതിയൊരു ബോർഡ് ഉയർന്നു. സാന്ത്വനം. അനാഥരായ അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കുമുള്ള അഭയകേന്ദ്രം. തന്റെ സമ്പാദ്യത്തിന്റെ സിംഹഭാഗവും ഉപയോഗിച്ച് രാജീവ് ആ വീടിനൊരു ആശ്രമമാക്കി മാറ്റി. തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ട ഗർഭിണികൾ, ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ, വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോയ അമ്മമാർ, അവർക്കെല്ലാം ആ വീടിന്റെ വാതിലുകൾ തുറന്നുകൊടുത്തു. പണ്ട് മീരയെ അവിടെ നിന്നും പടിയിറക്കി വിട്ടതിന്റെ പാപഭാരം അവിടെ അഭയം തേടിയെത്തുന്ന ഓരോരുത്തരുടെയും കണ്ണീരൊപ്പുമ്പോൾ കുറയുന്നതായി രാജീവിന് തോന്നി. ആ വലിയ വീടിന്റെ മുറ്റത്ത് ഇപ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങൾ ഓടിക്കളിച്ചു. അവരിൽ ഓരോരുത്തരിലും അയാൾ തന്റെ മകൻ ആരവിനെ കണ്ടു. അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോഴും അവരെ തോളിലേറ്റി നടക്കുമ്പോഴും രാജീവ് എന്ന അഹങ്കാരിയായ മനുഷ്യൻ മരിച്ച് സ്നേഹം മാത്രം ബാക്കിയുള്ള ഒരു പുതിയ മനുഷ്യൻ ജനിക്കുകയായിരുന്നു. തനിക്ക് നഷ്ടപ്പെട്ട പിതൃത്വം അയാൾ ആ അനാഥ കുഞ്ഞുങ്ങളിലൂടെ തിരികെ പിടിച്ചു. മറുവശത്ത് കാലത്തിന്റെ മാറ്റങ്ങൾ മീരയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. വർഷങ്ങൾ കൊഴിഞ്ഞുപോയി. അവളുടെ മകൻ ആരവ് ഇപ്പോൾ ഒരു കൊച്ചുകുട്ടിയല്ല. മീരയുടെ സ്നേഹവും കരുത്തും ചോർന്നു പോകാതെ അവൾ അവനെ വളർത്തി. +2 പരീക്ഷയിൽ സംസ്ഥാനത്ത് തന്നെ ഉയർന്ന മാർക്ക് വാങ്ങി വിജയിച്ചു. ഒരു ഡോക്ടറാകണം എന്നതായിരുന്നു അവന്റെ സ്വപ്നം. അവന് ചുറ്റുമുള്ള വേദനിക്കുന്ന മനുഷ്യർക്ക് സാന്ത്വനമാകാൻ അവൻ ആഗ്രഹിച്ചു. മീരയുടെ കഷ്ടപ്പാടുകൾക്കും പ്രാർത്ഥനകൾക്കും ഫലം കണ്ടു. ആരവന് സർക്കാർ മെഡിക്കൽ കോളേജിൽ പ്രവേശനം ലഭിച്ചു. ആരവ് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന ദിവസം മീര അവനെ തുളസിത്തറയുടെ മുന്നിൽ നിർത്തി നെറ്റിയിൽ ചന്ദനം തൊട്ടുകൊടുത്തു. മോനെ, പണം സമ്പാദിക്കാൻ വേണ്ടി മാത്രമാകരുത് നിന്റെ വിദ്യാഭ്യാസം. വേദനിക്കുന്നവരുടെ കണ്ണീരൊപ്പാൻ നിനക്ക് കഴിയണം. ആരോരും ഇല്ലാത്തവരോട് എന്നും കരുണ കാണിക്കണം. അതുമാത്രമാണ് നിന്റെ അമ്മയ്ക്ക് നിന്നിൽ നിന്നുള്ള ഒരേ ഒരു ആഗ്രഹം. മീരയുടെ വാക്കുകൾ അവന് ഹൃദയത്തിൽ ഏറ്റുവാങ്ങി. ഒരമ്മയുടെ പൂർണ്ണത എന്നത് കേവലം പ്രസവിക്കുന്നതിൽ മാത്രമല്ല, ആ കുഞ്ഞിനെ ഈ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഒരു നല്ല മനുഷ്യനായി വളർത്തിയെടുക്കുന്നതിലാണെന്ന് മീര തന്റെ ജീവിതം കൊണ്ട് തെളിയിക്കുകയായിരുന്നു. മാധവി അമ്മയുടെ മരണശേഷം മീര കുറച്ചുകൂടി ഒറ്റപ്പെട്ടെങ്കിലും തന്റെ മകന്റെ നേട്ടങ്ങൾ അവൾക്ക് വലിയ കരുത്തായി മാറി. വീണ്ടും വർഷങ്ങൾ പലത് കടന്നുപോയി. രാജീവിന് ഇപ്പോൾ പ്രായം 60-നോടടുത്തു. മുടിയും താടിയും നരച്ചു, മുഖത്ത് ചുളിവുകൾ വീണു. എങ്കിലും അയാളുടെ കണ്ണുകളിൽ വല്ലാത്തൊരു ശാന്തതയുണ്ടായിരുന്നു. സ്വാന്തനം ആശ്രമം ഇന്ന് ആ നഗരത്തിലെ തന്നെ ഏറ്റവും വലിയ അഭയകേന്ദ്രമാണ്. 100 കണക്കിന് ആളുകളാണ് അവിടെ കഴിയുന്നത്. ഒരു ഞായറാഴ്ച ആശ്രമത്തിൽ ഒരു വലിയ മെഡിക്കൽ ക്യാമ്പ് നടക്കുകയാണ്. നഗരത്തിലെ വലിയൊരു ആശുപത്രിയിൽ നിന്നുള്ള യുവ ഡോക്ടർമാരുടെ സംഘമാണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത്. രാജീവ് വരാതിൽ ഒരു കസേരയിൽ അതെല്ലാം നോക്കി കാണുകയായിരുന്നു. കുഞ്ഞുങ്ങളെയും പ്രായമായവരെയും വളരെ സ്നേഹത്തോടെ പരിശോധിക്കുന്ന ഒരു യുവ ഡോക്ടറിലേക്ക് രാജീവിന്റെ കണ്ണുകൾ ചെന്നെത്തി. വളരെ ശാന്തമായ മുഖം, എപ്പോഴും ചുണ്ടിൽ ഒരു പുഞ്ചിരി. ഓരോ രോഗിയോടും അയാൾ വളരെ കരുണയോടെയാണ് സംസാരിക്കുന്നത്. പെട്ടെന്ന് ക്യാമ്പിന്റെ കോർഡിനേറ്റർ രാജീവിന്റെ അടുത്തേക്ക് വന്നു. രാജീവ് സാർ, ഈ ക്യാമ്പിന് നേതൃത്വം നൽകുന്നത് ആ ഇരിക്കുന്ന ഡോക്ടറാണ്. വളരെ മിടുക്കനായ സർജനാണ് കേട്ടോ. സാറിന് എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് കാണിച്ചോളൂ. രാജീവ് പതുക്കെ എഴുന്നേറ്റ് ആ യുവ ഡോക്ടറുടെ അടുത്തേക്ക് നടന്നു. ഡോക്ടറുടെ മുന്നിലെ കസേരയിൽ ഇരുന്നപ്പോൾ ആ ചെറുപ്പക്കാരൻ പുഞ്ചിരിയോടെ മുഖമുയർത്തി നോക്കി. രാജീവിന്റെ ഹൃദയമിടിപ്പ് പെട്ടെന്ന് നിലച്ചതുപോലെ തോന്നി. ആ മുഖം, തന്റെ അതേ കണ്ണുകൾ, മീരയുടെ അതേ ശാന്തത, അത് ആരവായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് ഒരു സ്കൂൾ വാർഷികത്തിൽ താൻ കണ്ട ആ കൊച്ചുകുട്ടി ഇന്ന് വളർന്ന് വലിയൊരു ഡോക്ടറായി തന്റെ മുന്നിലിരിക്കുന്നു. രാജീവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ചുണ്ടുകൾ വിറച്ചു. എന്തു പറ്റി അച്ഛാ? എന്തിനാ കരയുന്നത്? എന്തെങ്കിലും വേദനയുണ്ടോ? ആരോ വളരെ സ്നേഹത്തോടെ രാജീവിന്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. അച്ഛാ! ആ വിളി രാജീവിന്റെ കാതുകളിൽ അമൃത് പോലെയാണ് വീണത്. അവൻ അറിയാതെയാണെങ്കിലും തന്നെ അങ്ങനെ വിളിച്ചല്ലോ. രാജീവ് തന്റെ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് ആരവിന്റെ കൈകളിൽ മുറുകെ പിടിച്ചു. തന്റെ സ്വന്തം ചോരയുടെ സ്പർശം. വർഷങ്ങളായി അയാൾ കൊതിച്ച ആ സാന്ത്വനം ഇപ്പോൾ ആ കൈകളിലൂടെ അയാളുടെ ശരീരത്തിലേക്ക് അരിച്ചു കയറുകയായിരുന്നു. ഒന്നുമില്ല മോനെ, സന്തോഷം കൊണ്ടാ. ഈ പ്രായമായവരോട് മോൻ കാണിക്കുന്ന സ്നേഹം കണ്ടപ്പോൾ രാജീവ് വിടർന്ന ശബ്ദത്തിൽ പറഞ്ഞു. അതെന്റെ അമ്മ പഠിപ്പിച്ചതാണ് അച്ഛാ. സ്നേഹം കൊടുക്കുമ്പോഴേ അത് തിരികെ കിട്ടുമെന്ന് അമ്മ എപ്പോഴും പറയും. സാറ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയല്ലേ? ഈ ആശ്രമത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. സാറാണ് യഥാർത്ഥത്തിൽ വലിയൊരു ഡോക്ടർ, മനസ്സിലെ മുറിവുകൾ മാറ്റുന്ന ഡോക്ടർ. ആരവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. രാജീവ് അവനെ തന്നെ നോക്കിയിരുന്നു പോയി. തന്റെ മീര വിജയിച്ചിരിക്കുന്നു. താൻ ഉപേക്ഷിച്ച ആ കുഞ്ഞിനെ അവൾ ലോകം ആരാധിക്കുന്ന ഒരു മനുഷ്യനാക്കി മാറ്റിയിരിക്കുന്നു.
ആരവ് രാജീവിന്റെ ബിപിയും ഹാർട്ട് ബീറ്റും പരിശോധിച്ചു. ചില മരുന്നുകൾ എഴുതി കൊടുത്തു. എഴുന്നേറ്റ് പോകാൻ നേരം രാജീവ് തിരിഞ്ഞു നിന്ന് ചോദിച്ചു, മോന്റെ പേരെന്താ? ഡോക്ടർ ആരവ്. അവൻ പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു. രാജീവ് 2 കൈകളും കൂപ്പി അവനെ നോക്കി ഒന്ന് ചിരിച്ചു. ആ ചിരിയിൽ സർവവും ഉണ്ടായിരുന്നു. ഒരച്ഛന്റെ അഭിമാനം, ഒരു മനുഷ്യന്റെ പശ്ചാത്താപം, കാലം കാത്തുവെച്ച നീതിയോടുള്ള നന്ദി. താൻ ആരാണെന്ന് അവനോട് വെളിപ്പെടുത്താൻ രാജീവ് ആഗ്രഹിച്ചില്ല. മീര അവന് നൽകിയ ആ മനോഹരമായ ലോകത്തിൽ താനെന്ന ഭൂതകാലത്തിന് നിഴൽ വീഴാൻ അയാൾ ഇനി ഒരിക്കലും അനുവദിക്കില്ല. ക്യാമ്പ് കഴിഞ്ഞ് ആരവ് കാറിൽ കയറി പോകുമ്പോൾ രാജീവ് ഗേറ്റിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. ദൂരേക്ക് മറിയുന്ന കാറിലേക്ക് നോക്കി നിൽക്കുമ്പോൾ രാജീവിന്റെ മനസ്സിൽ മീരയുടെ മുഖം തെളിഞ്ഞു വന്നു. മച്ചി എന്ന് വിളിച്ച് പടിയിറക്കി വിട്ടവൾ ഇന്നൊരു പുഴയായി പടർന്നൊഴുകി ആയിരങ്ങൾക്ക് ജീവജലം നൽകുന്നു. താൻ ആ പുഴയുടെ ഒരു തീരത്ത് പാപങ്ങൾ കഴുകി കളഞ്ഞ് സമാധാനത്തോടെ നിൽക്കുന്ന വെറുമൊരു മണൽത്തരി മാത്രം. കാറ്റ് ആശ്രമത്തിലെ മരച്ചിലകളെ തഴുകി കടന്നുപോയി. രാജീവ് തിരിഞ്ഞ് തന്റെ പുതിയ മക്കളുടെ അടുത്തേക്ക് നടന്നു. അവിടെ പ്രകൃതി അതിന്റെ കണക്കെടുപ്പുകൾ പൂർത്തിയാക്കി ശാന്തമാകുകയായിരുന്നു. മെഡിക്കൽ ക്യാമ്പ് കഴിഞ്ഞ് മടങ്ങിയെത്തിയ ആരവിന്റെ മുഖത്ത് മുമ്പൊരിക്കലുമില്ലാത്ത ഒരുതരം തിളക്കമുണ്ടായിരുന്നു. അന്ന് രാത്രി അത്താഴം കഴിക്കുന്നതിനിടയിൽ അവൻ ആ പകലിന്റെ വിശേഷങ്ങൾ ഓരോന്നായി മീരയോട് പങ്കുവെച്ചു. തന്റെ ചുറ്റുമുള്ള ലോകത്തെ എത്രത്തോളം സൂക്ഷ്മമായാണ് അവൻ നോക്കി കാണുന്നതെന്ന് ഓർത്ത് മീരയ്ക്ക് അഭിമാനം തോന്നി. എന്നാൽ അവൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അധ്യായത്തിലേക്കാണ് അവൻ തന്റെ സംസാരം തിരിച്ചുവിട്ടത്. അമ്മേ, ഇന്നത്തെ ക്യാമ്പ് നടന്ന ആ ആശ്രമം അതൊരു അത്ഭുതമാണ്. സാന്ത്വനം എന്നാണ് അതിന്റെ പേര്. അവിടെയുള്ള അന്തേവാസികളെക്കാൾ എന്നെ അത്ഭുതപ്പെടുത്തിയത് ആ ആശ്രമത്തിന്റെ സ്ഥാപകനാണ്. പണ്ടേതോ വലിയ ബിസിനസ്സുകാരനായിരുന്നു അദ്ദേഹം. സ്വന്തം തറവാടും കോടികളുടെ സ്വത്തുക്കളും എല്ലാം ഈ അനാഥർക്ക് വേണ്ടി മാറ്റിവെച്ച് ഇപ്പോൾ അവരിൽ ഒരാളായി ജീവിക്കുന്നു. വല്ലാത്തൊരു മനുഷ്യൻ, ആരോ ആവേശത്തോടെ പറഞ്ഞു. മീര ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. നല്ല കാര്യമല്ലേ മോനെ? ഈ ലോകത്ത് അങ്ങനെയും ചില മനുഷ്യർ ഉള്ളത് കൊണ്ടല്ലേ നമുക്കിപ്പോഴും പ്രതീക്ഷകൾ ഉള്ളത്. എന്താ അദ്ദേഹത്തിന്റെ പേര്? യാദൃശ്ചികമായി മീര ചോദിച്ചു. രാജീവ് സാർ. ആ പേര് കേട്ടതും മീരയുടെ ചോറുള്ള കൈകൾ പാത്രത്തിൽ നിശ്ചലമായി. അവളുടെ നെഞ്ചിടിപ്പ് പെട്ടെന്ന് വർദ്ധിച്ചു. ഒരു നിമിഷം ശ്വാസം നിലച്ചതുപോലെ അവൾക്ക് അനുഭവപ്പെട്ടു. ഈ ലോകത്ത് രാജീവ് എന്ന പേരിൽ ഒരാൾ മാത്രമല്ല ഉള്ളതെന്ന് അറിയാമെങ്കിലും അവളുടെ ഉള്ളിലെ ഏതോ ഒരിടത്ത് കാലം മായ്ക്കാത്ത ചില മുറിവുകൾ വീണ്ടും വേദനിപ്പിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് എന്തോ വലിയൊരു സങ്കടം ഉള്ളിലുണ്ടമ്മേ. മീരയുടെ ഭാവമാറ്റം ശ്രദ്ധിക്കാതെ ആരോ തുടർന്നു. എന്നെ കണ്ടപ്പോൾ മുതൽ അദ്ദേഹം എന്നെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ക്യാമ്പ് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോരാൻ നേരം അദ്ദേഹം എന്റെ അടുത്ത് വന്നു. എന്റെ കൈകളിൽ മുറുകെ പിടിച്ചു. ആ കൈകൾ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. സ്വന്തം അച്ഛന്റെ സ്പർശനം പോലെയാണ് എനിക്കത് അനുഭവപ്പെട്ടത് അമ്മേ. എനിക്കെന്തോ വല്ലാത്തൊരു സങ്കടം തോന്നി ആ മുഖം കണ്ടപ്പോൾ. ആരവിന്റെ വാക്കുകൾ ഓരോന്നും മീരയുടെ ഹൃദയത്തിലേക്ക് തീ കോരി ഒഴിക്കുന്നത് പോലെയായിരുന്നു. രാജീവ്, സ്വന്തം തറവാട് അനാഥർക്ക് എഴുതി വെച്ച മനുഷ്യൻ. ആരവിനെ കണ്ടപ്പോൾ കണ്ണു നിറഞ്ഞയാൾ. സംശയങ്ങൾക്ക് വകയുണ്ടായിരുന്നില്ല. അത് തന്റെ രാജീവ് തന്നെയാണ്. തന്നെ ഇരുട്ടിലേക്ക് വലിച്ചെറിഞ്ഞ അതേ മനുഷ്യൻ. വർഷങ്ങൾക്ക് മുൻപ് തന്റെ ഗ്രാമത്തിൽ വന്ന് മാപ്പ് ചോദിച്ചപ്പോൾ താൻ ആട്ടിയിറക്കിയ അതേ രാജീവ്. കാലം അയാളെ എത്രത്തോളം മാറ്റിയിരിക്കുന്നു. തറവാട്ട് മഹിമയും അഹങ്കാരവും അയാളിൽ നിന്നും പൂർണ്ണമായും കൊഴിഞ്ഞു പോയിരിക്കുന്നുവോ? അന്ന് രാത്രി മീരയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. വർഷങ്ങൾക്ക് മുൻപുള്ള ആ മഴയത്ത് കൊളുത്തിയ തീ ഇന്നും തന്റെ ഉള്ളിൽ എവിടെയോ എരിയുന്നുണ്ടെന്ന് അവൾ തിരിച്ചറിഞ്ഞു. പ്രതികാരമോ വെറുപ്പോ ആയിരുന്നില്ല അത്. മറിച്ച് കാലം ഒരു മനുഷ്യനോട് ചെയ്ത കാവ്യനീതിയുടെ ആഴം ഓർക്കലായിരുന്നു. ആ പഴയ തറവാട്ട് വീട്, തന്നെ മച്ചി എന്ന് വിളിച്ച് ആക്ഷേപിച്ച ആ ചുവരുകൾ, അവിടെ ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ ചിരി മുഴങ്ങുന്നുണ്ടെന്നോ? രാജീവ് അനാഥർക്ക് അച്ഛനായി മാറിയിരിക്കുന്നു എന്ന സത്യം ഉൾക്കൊള്ളാൻ മീരയുടെ മനസ്സ് പാടുവിട്ടു. എങ്ങനെയെങ്കിലും ആ ആശ്രമം നേരിട്ട് കാണണം. അയാളെ ഒരു നോക്ക് ദൂരെ നിന്നെങ്കിലും കാണണം എന്നൊരടങ്ങാത്ത ആഗ്രഹം അവളുടെ ഉള്ളിൽ ജനിച്ചു. ദിവസങ്ങൾക്ക് ശേഷം മീര അവിടേക്ക് യാത്ര തിരിച്ചു. വർഷങ്ങൾക്ക് ശേഷം അവിടെ എത്തുമ്പോൾ അവളുടെ ഉള്ളിൽ ഭയമില്ലായിരുന്നു. പകരം സ്വന്തം കാലിൽ നിൽക്കാൻ കെൽപ്പുള്ള ഒരുവളുടെ അപാരമായ ആത്മവിശ്വാസമായിരുന്നു. അന്വേഷിച്ച് ഒടുവിൽ അവൾ ആ പഴയ വീടിന്റെ പടിക്കലെത്തി. മീരയുടെ കണ്ണുകൾ വിടർന്നു. അതേ വീട്, യാതൊരു മാറ്റവുമില്ല. എന്നാൽ പടിപ്പുരയിൽ സാന്ത്വനം, അനാഥരായ അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കുമുള്ള അഭയകേന്ദ്രം എന്നെഴുതിയ വലിയൊരു ബോർഡ് വെച്ചിരിക്കുന്നു. ഗേറ്റ് തുറന്നു കിടക്കുന്നുണ്ടായിരുന്നു. അവൾ മെല്ലെ ഉള്ളിലേക്ക് കടന്നു. മുറ്റത്ത് നിറയെ പൂച്ചെടികൾ. കുറച്ചു കുഞ്ഞുങ്ങൾ അവിടെ ഓടി കളിക്കുന്നുണ്ട്. വരാന്തയിൽ പ്രായമായ ചില അമ്മമാർ സംസാരിച്ചിരിക്കുന്നു. മുമ്പൊരിക്കലും ആ വീട്ടിലില്ലാത്ത ഒരു പ്രകാശം ഇപ്പോൾ അവിടെ നിറഞ്ഞു നിൽക്കുന്നതായി മീരയ്ക്ക് തോന്നി. പെട്ടെന്ന് മീരയുടെ ദൃഷ്ടി മുറ്റത്തെ വലിയൊരു മാവിൻ ചുവട്ടിലേക്ക് പതിച്ചു. അവിടെ ഒരു ചെറിയ കുഞ്ഞിനെ മടിയിലിരുത്തി ഭക്ഷണം കോരി കൊടുക്കുന്ന ഒരു വൃദ്ധൻ. നരച്ച താടിയും മുടിയും, മെലിഞ്ഞൊട്ടിയ ശരീരം. എങ്കിലും ആ മുഖം അവൾക്ക് മറക്കാൻ കഴിയുമായിരുന്നില്ല. അത് രാജീവായിരുന്നു. അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ നിന്ന് താഴെയിറങ്ങി സ്നേഹത്തിന്റെ പുതിയൊരു ലോകം തീർത്ത രാജീവ്. ആ കുഞ്ഞ് ഭക്ഷണം കഴിക്കാൻ മടി കാണിച്ചപ്പോൾ വളരെ വാത്സല്യത്തോടെ അയാൾ അവനെ കുഞ്ചിക്കുന്നത് മീര നോക്കി നിന്നു. മീരയുടെ കണ്ണുകളിൽ നിന്നും ധാരധാരയായി കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. അത് സങ്കടത്തിന്റെ കണ്ണുനീരായിരുന്നില്ല. പകരം ദൈവത്തിന്റെയോ പ്രകൃതിയുടെയോ അദൃശ്യമായ കണക്കെടുപ്പുകളെ കുറിച്ചുള്ള വലിയൊരു തിരിച്ചറിവായിരുന്നു. താൻ അനുഭവിക്കേണ്ടി വന്ന കണ്ണുനീരിനും അപമാനത്തിനും ഇതിലും വലിയൊരു മറുപടി കാലത്തിന് നൽകാനില്ല. സ്വന്തം ചോരയ്ക്ക് വേണ്ടി ദാഹിച്ച് ഒടുവിൽ അത് ലഭിക്കാതെ വന്നപ്പോൾ
ഈ ലോകത്തുള്ള സകല അനാഥർക്കും അച്ഛനായി മാറാൻ രാജീവിനെ വിധി നിർബന്ധിതനാക്കിയിരിക്കുന്നു. പ്രതികാരത്തിന്റെ അവസാനത്തെ കനൽ മീരയുടെ ഉള്ളിൽ കെട്ടടങ്ങി. അവൾ രാജീവിനോട് പൂർണ്ണമായും ക്ഷമിച്ചു കഴിഞ്ഞിരുന്നു. ആരെങ്കിലും കാണാൻ വന്നതാണോ? മുറ്റത്ത് നിന്നിരുന്ന ഒരാൾ മീരയോട് ചോദിച്ച ശബ്ദം കേട്ട് രാജീവ് തലയുയർത്തി നോക്കി. ദൂരെ ഗേറ്റിനരികെ നിൽക്കുന്ന ആ രൂപം കണ്ടതും രാജീവിന്റെ ശ്വാസം നിലച്ചു. കയ്യിലിരുന്ന ചോറുപാത്രം നിലത്തേക്ക് വീണു. മങ്ങിയ കാഴ്ചയിലും ആ കണ്ണുകൾക്ക് അവളെ തിരിച്ചറിയാൻ കഴിയുമായിരുന്നു. മീര വന്നിരിക്കുന്നു. രാജീവ് പതുക്കെ എഴുന്നേറ്റ് മുന്നോട്ട് നടക്കാൻ ശ്രമിച്ചു. എന്നാൽ മീര അവിടെ നിന്നില്ല. അവൾ യാതൊന്നും മിണ്ടാതെ ഒരു പുഞ്ചിരി മാത്രം അയാൾക്ക് നേരെ സമ്മാനിച്ച് തിരിഞ്ഞു നടന്നു. തനിക്ക് കാണാനുള്ളത് കണ്ടു കഴിഞ്ഞു, തനിക്ക് നൽകാനുള്ള മാപ്പ് നൽകി കഴിഞ്ഞു എന്ന് അവളുടെ ആ നടത്തം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അവൾക്ക് പിന്നാലെ ഓടാൻ രാജീവ് ശ്രമിച്ചെങ്കിലും അയാളുടെ കാലുകൾ കുഴഞ്ഞു. മീര ഗേറ്റ് കടന്ന് ആൾക്കൂട്ടത്തിലേക്ക് മറിയുന്നത് അയാൾ നോക്കി നിന്നു. ഇനിയൊരിക്കലും അവൾ തിരികെ വരില്ലെന്നറിയാമെങ്കിലും അവളുടെ ആ വരവ് അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാന്ത്വനമായി മാറുകയായിരുന്നു. വരാനിരിക്കുന്ന വലിയൊരു വിടവാങ്ങലിന് കാലം അവരെ ഒരുക്കുകയായിരുന്നു എന്ന് അപ്പോൾ ഇരുവരും അറിഞ്ഞിരുന്നില്ല. കാലം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാത്ത ഒരു മഹാപ്രവാഹമാണല്ലോ. ആ പ്രവാഹത്തിൽ പകയും വിദ്വേഷവും മാത്രമല്ല, അതിതീവ്രമായ സ്നേഹവും പശ്ചാത്താപവും വരെ ഒലിച്ചു പോകും. മീര ആ പഴയ തറവാട് വീടിന്റെ പടിക്കൽ വന്ന് മടങ്ങിപ്പോയതിനു ശേഷം രാജീവിന്റെ ജീവിതത്തിൽ വലിയൊരു ശാന്തത വന്ന് നിറഞ്ഞിരുന്നു. തന്നോട് ഒരിക്കലും പൊറുക്കില്ലെന്ന് താൻ കരുതിയവൾ യാതൊരു വെറുപ്പുമില്ലാതെ തന്നെ നോക്കി പുഞ്ചിരിച്ചപ്പോൾ രാജീവിന്റെ നെഞ്ചിലെ ഏറ്റവും വലിയ ഭാരമാണ് ഇറക്കി വെക്കപ്പെട്ടത്. എന്നാൽ ആ ആശ്വാസത്തിന് അധികം ആയുസുണ്ടായിരുന്നില്ല. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ രാജീവിനെ വല്ലാതെ തളർത്തിയിരുന്നു. മുൻപൊക്കെ ആശ്രമത്തിലെ കുഞ്ഞുങ്ങളുടെ കൂടെ ഓടിക്കളിച്ചിരുന്ന അയാൾ ഇപ്പോൾ മിക്കവാറും സമയങ്ങളിൽ തന്റെ മുറിയിലോ വരാന്തയിലോ ഒതുങ്ങി. രാജീവിന്റെ ആരോഗ്യനില ഓരോ ദിവസം കഴിയുന്തോറും വഷളായി കൊണ്ടിരുന്നു. തനിക്ക് ഇനി അധികകാലം ഈ ഭൂമിയിൽ അവശേഷിക്കുന്നില്ലെന്ന സത്യം അയാൾ തിരിച്ചറിഞ്ഞു. എന്നാൽ മരണത്തെ അയാൾക്ക് ഇപ്പോൾ ഭയമില്ലായിരുന്നു. പക്ഷെ ഒരൊറ്റ ആശങ്ക മാത്രം അയാളുടെ ഉള്ളിൽ ബാക്കിയായി. തന്റെ കാലശേഷം ഈ ആശ്രമവും ഇവിടുത്തെ അനാഥരായ അന്തേവാസികളും എന്തു ചെയ്യും? തന്റെ സ്വത്തുക്കൾ മുഴുവൻ ഈ ആശ്രമത്തിന്റെ പേരിലാണ് എഴുതി വെച്ചിരുന്നതെങ്കിലും അത് ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അർപ്പണബോധമുള്ള ഒരാൾ വേണം. പലരെയും കുറിച്ച് ചിന്തിച്ചെങ്കിലും രാജീവിന്റെ മനസ്സിൽ ഒടുവിൽ തെളിഞ്ഞു വന്നത് ഒരൊറ്റ മുഖം മാത്രമായിരുന്നു. ഡോക്ടർ ആരവ്. തന്റെ സ്വന്തം രക്തം. മീര അവനെ എത്രത്തോളം വലിയൊരു മനുഷ്യസ്നേഹിയായാണ് വളർത്തിയിരിക്കുന്നതെന്ന് ആ മെഡിക്കൽ ക്യാമ്പിൽ വെച്ച് രാജീവ് നേരിട്ട് കണ്ടതാണല്ലോ. ഒരു സായാഹ്നത്തിൽ തന്റെ വക്കീലിനെ രാജീവ് ആശ്രമത്തിലേക്ക് വിളിച്ചു വരുത്തി. വളരെ വ്യക്തമായ ഒരു വിൽപത്രം അയാൾ തയ്യാറാക്കി. സാന്ത്വനം ആശ്രമത്തിന്റെയും അതിന്റെ കീഴിലുള്ള മുഴുവൻ സ്വത്തുക്കളുടെയും പൂർണ്ണമായ നടത്താവകാശം ഉടമസ്ഥതയും ഡോക്ടർ ആരവിന്റെ പേരിൽ അയാൾ എഴുതി വെച്ചു. എന്നാൽ ആരവ് തന്റെ മകനാണെന്ന സത്യം ആ വിൽപത്രത്തിൽ എവിടെയും അയാൾ സൂചിപ്പിച്ചിരുന്നില്ല. സമൂഹത്തോട് ഏറ്റവും കരുണ കാണിക്കുന്ന ഒരു യുവ ഡോക്ടർ എന്ന നിലയിൽ മാത്രമാണ് താൻ ഈ ഉത്തരവാദിത്തം അവനെ ഏൽപ്പിക്കുന്നത് എന്നയാൾ അതിൽ രേഖപ്പെടുത്തി. വിൽപത്രത്തിൽ ഒപ്പുവെച്ചതിനു ശേഷം രാജീവ് ദീർഘമായി ഒന്ന് വിശ്വസിച്ചു. അയാളുടെ ജീവിതത്തിലെ അവസാനത്തെ കടമയും അവിടെ പൂർത്തിയാവുകയായിരുന്നു. 2 ആഴ്ചകൾക്കു ശേഷം കർക്കിടത്തിൽ ഒരു മഴയുള്ള പുലർച്ചെ ആശ്രമത്തിലെ ആ വലിയ മാവിൻ ചുവട്ടിലേക്ക് നോക്കിക്കിടന്ന് ചുണ്ടിൽ മായാത്ത ഒരു പുഞ്ചിരിയോടെ രാജീവ് ലോകത്തോട് വിട പറഞ്ഞു. അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ നിന്നും ഇറങ്ങി വന്ന് ആയിരങ്ങൾക്ക് സ്നേഹത്തണലൊരുക്കിയ ആ വലിയ മനുഷ്യന്റെ വിയോഗത്തിൽ ആ ഗ്രാമം മുഴുവൻ കണ്ണീരൊഴുക്കി. രാജീവിന്റെ മരണവാർത്ത പത്രങ്ങളിലൂടെയാണ് മീരയും ആരവും അറിഞ്ഞത്. ആ വാർത്ത വായിച്ചപ്പോൾ മീരയുടെ കണ്ണുകൾ നിറഞ്ഞു. ജീവിതത്തിൽ തനിക്ക് ഏറ്റവും കൂടുതൽ വേദന സമ്മാനിച്ച മനുഷ്യനാണെങ്കിലും അയാളുടെ അവസാന കാലത്തെ മാറ്റം അവളുടെ ഉള്ളിൽ വലിയൊരു ബഹുമാനം ഉണ്ടാക്കിയിരുന്നു. ആരവും വല്ലാതെ സങ്കടപ്പെട്ടു. ആ മെഡിക്കൽ ക്യാമ്പിൽ വെച്ച് തനിക്ക് ലഭിച്ച ആ വൃദ്ധന്റെ സ്നേഹസ്പർശം അവന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിന്നു. എന്നാൽ അവരെ രണ്ടുപേരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് രാജീവിന്റെ വക്കീൽ 2 ദിവസത്തിന് ശേഷം അവരുടെ വീട്ടിലെത്തി. രാജീവിന്റെ വിൽപത്രത്തെക്കുറിച്ചും സാന്ത്വനമാശ്രമത്തിന്റെ പുതിയ അവകാശിയായി ഡോക്ടർ ആരവിനെയാണ് രാജീവ് സാർ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ള വിവരം വക്കീൽ അവരെ അറിയിച്ചപ്പോൾ ആരവ് ശരിക്കും സ്തംഭിച്ചുപോയി. എന്താണിതൊക്കെ? ഞാനുമായി യാതൊരു ബന്ധവുമില്ലാത്ത അദ്ദേഹം എന്തിനാണ് കോടികളുടെ ഈ സ്വത്തുക്കൾ എന്റെ പേരിൽ എഴുതി വെച്ചത്? എനിക്കിത് സ്വീകരിക്കാൻ കഴിയില്ല വക്കീൽ സാർ, ആരവ് വിസമ്മതിച്ചു. അപ്പോഴാണ് ഇത്രയും നേരം മൗനമായിരുന്ന മീര സംസാരിച്ചു തുടങ്ങിയത്. നീ അത് സ്വീകരിക്കണം മോനെ. അവളുടെ ശബ്ദം ശാന്തമായിരുന്നു. ആരവ് അത്ഭുതത്തോടെ അമ്മയെ നോക്കി. മീര വക്കീലിനോട് കുറച്ചുനേരം പുറത്തു നിൽക്കാൻ ആവശ്യപ്പെട്ടു. ശേഷം അവൾ ആരവിന്റെ കൈകൾ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അത് നിനക്ക് അവകാശപ്പെട്ടതാണ് മോനെ. കാരണം രാജീവ് എന്ന വലിയ മനുഷ്യൻ അത് നിന്റെ അച്ഛനാണ്. ആരവിന്റെ തലച്ചോറിൽ 1000 ഇടിമിന്നലുകൾ ഒന്നിച്ചു പതിച്ചതുപോലെ അവൻ അനുഭവപ്പെട്ടു. വിശ്വസിക്കാനാവാതെ അവൻ അമ്മയുടെ മുഖത്തേക്ക് നോക്കി. ഒരു നെടുവീർപ്പോടെ തന്റെ ജീവിതത്തിലെ ആ ഇരുണ്ട ഭൂതകാലത്തിന്റെ കഥ മുഴുവൻ മീര അവന് മുന്നിൽ തുറന്നു വെച്ചു. ഒരു കുഞ്ഞില്ലാത്തതിന്റെ പേരിൽ താൻ അനുഭവിച്ച വേദനകൾ, പാതിരാത്രിയിൽ ആ പഴയ തറവാട്ടിൽ നിന്ന് പടിയിറക്കപ്പെട്ടത്, അച്ഛനില്ലാത്തവനെന്ന് ആരും വിളിക്കാതിരിക്കാൻ താൻ നടത്തിയ പോരാട്ടങ്ങൾ എല്ലാം അവൾ പറഞ്ഞു തീർത്തു. ഒടുവിൽ രാജീവിന്റെ മാറ്റത്തെക്കുറിച്ച് അവൾ പറഞ്ഞു, എനിക്ക് അദ്ദേഹത്തോട് ഇപ്പോൾ യാതൊരു വെറുപ്പുമില്ല മോനെ. കാലം അദ്ദേഹത്തിന് നൽകിയ ശിക്ഷയായിരുന്നു ആ ഏകാന്തത. ഒടുവിൽ അദ്ദേഹം തന്റെ തെറ്റുകൾ തിരുത്തി. നീ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. സ്വന്തം രക്തത്തിന് വേണ്ടി മാത്രം അഹങ്കരിച്ച ഒരു തറവാടിന്റെ പടുപ്പുരയിലൂടെ ഈ ലോകത്തുള്ള സകല അനാഥർക്കും തണലായിക്കൊണ്ട് എന്റെ മകൻ കടന്നു ചെല്ലണം.
അതാണ് കാലം കാത്തുവെച്ച യഥാർത്ഥ കാവ്യനീതി. മീരയുടെ വാക്കുകളിൽ ഒരു അമ്മയുടെ അഭിമാനം നിറഞ്ഞു നിന്നിരുന്നു. ആരവിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകിയിറങ്ങി. തന്റെ അച്ഛൻ, ഒരിക്കൽ പോലും അങ്ങനെ വിളിക്കാൻ കഴിയാതെ പോയ തന്റെ അച്ഛൻ, അഹങ്കാരിയായ ഒരു ബിസിനസ്സുകാരനിൽ നിന്നും കാരുണ്യമുള്ള ഒരു മനുഷ്യനിലേക്കുള്ള ആ അച്ഛന്റെ യാത്രയെ അവൻ മനസ്സിലാക്കുകയായിരുന്നു. അടുത്ത ദിവസം തന്നെ മീരയും ആരവും നഗരത്തിലെ ആ പഴയ തറവാട് വീട്ടിലെത്തി. ഗേറ്റ് കടന്ന് അവർ ഉള്ളിലേക്ക് നടക്കുമ്പോൾ ആശ്രമത്തിലെ കുഞ്ഞുങ്ങൾ ഓടി വന്ന് ആരവിനെ പൊതിഞ്ഞു. ആ വലിയ വീടിന്റെ പൂമുഖത്ത് രാജീവിന്റെ ഒരു വലിയ ചിത്രം വെച്ചിട്ടുണ്ടായിരുന്നു. ആരവ് ആ ചിത്രത്തിന് മുന്നിൽ പോയി നിന്ന് കണ്ണടച്ചു പ്രാർത്ഥിച്ചു. ഒരു നിമിഷം ആ ഫോട്ടോയിലെ രാജീവ് തന്നെ നോക്കി ചിരിക്കുന്നതായി അവന് തോന്നി. മീര വരാന്തയിലെ ഒരു തൂണിൽ ചാരി നിന്നു. വർഷങ്ങൾക്ക് മുൻപ് കണ്ണീരോടെ താൻ പടിയിറങ്ങിപ്പോയ അതേ വീട്. അന്ന് താൻ പൂർണ്ണമായും അനാഥയായിരുന്നു. എന്നാൽ ഇന്ന് ഈ ലോകത്തിന് മുഴുവൻ ഉപകാരപ്പെടുന്ന ഒരു വലിയ മനുഷ്യനെ വാർത്തെടുത്ത അമ്മയായിട്ടാണ് അവൾ തിരികെ വന്നിരിക്കുന്നത്. അവിടെ തോറ്റത് അവളായിരുന്നില്ല, സ്വന്തം അഹങ്കാരത്തെ മുറുകെ പിടിച്ച ഒരു സമൂഹമായിരുന്നു. ആരോ മീരയുടെ അടുത്തേക്ക് വന്ന് അവളുടെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. നമുക്കിത് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം അമ്മേ, അവൻ പറഞ്ഞു. മീര പുഞ്ചിരിയോടെ തലകുലുക്കി. പുറത്ത് ചെറിയൊരു മഴ ചാറാൻ തുടങ്ങിയിരുന്നു. എന്നാൽ ആ മഴയ്ക്ക് പഴയതുപോലെ ഭയപ്പെടുത്തുന്ന ശബ്ദമുണ്ടായിരുന്നില്ല. പകരം ഒരു പുതിയ വസന്തത്തിന് തുടക്കം കുറിക്കുന്ന പ്രകൃതിയുടെ ഒരു മനോഹരമായ സംഗീതമായിരുന്നു അതിലുണ്ടായിരുന്നത്. സകല മുറിവുകളെയും ഉണക്കിക്കൊണ്ട് ശാന്തമായ ഒരു പുഴ പോലെ അവരുടെ ജീവിതം അവിടെ പുതിയൊരു തീരം തേടി ഒഴുകാൻ തുടങ്ങിയിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കഥ നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടുവെങ്കിൽ തീർച്ചയായും അതൊരു ലൈക്കിലൂടെ നിങ്ങൾ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സ് രേഖപ്പെടുത്താനും മറക്കരുത്. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൊണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ പുതിയൊരു കഥയുമായി കാണുന്നത് വരെ സ്നേഹത്തോടെ നന്ദി മാത്രം.